ഈ ഒരു ദിവസവും നമുക്ക് അനുവദിച്ചു തന്ന പ്രപഞ്ചനാഥനായ സർവേശ്വരനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഐഫ്ലേഴ്സ് എന്ന ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന സക്സസ് ബെറി ഗ്ലോബൽ ഫൗണ്ടർ ഫാമിലി മനോജ് സർ ആൻഡ് ലത മാം വളരെയധികം കൃതജ്ഞതയുണ്ട് സർ. ഒപ്പം എന്റെ ലീഡേഴ്സ് ആൻഡ് അസോസിയേറ്റ്സിനും എന്റെ കൃതജ്ഞതയുടെ എന്നിവിടെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ്. എന്നിൽ നിക്ഷിപ്തമായ ദൗത്യം എന്നെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം. എന്റെ പേര് സാജിദ് ഫ്രം കണ്ണൂര്. കമ്പനിയിൽ വന്നിട്ട് ഒരു യാദൃശികമായി വന്നതല്ല, വളരെ ആലോചിച്ചുറച്ചു വന്നതാണ്. ഒരുപാട് കാലം 10-20ഓളം വർഷം പ്രവാസിയായി ജീവിച്ച് ഇന്നിവിടെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങണമെന്ന പ്രതീക്ഷയോടെ ഇവിടെ വന്നു. പക്ഷെ ഇവിടുത്തെ ട്രഡീഷണൽ സ്ഥാപനങ്ങളുടെ നിരന്തരത മനസ്സിലാക്കിയപ്പോ അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു അവസരം ഒരു ദൈവദൂതനെ പോലെ മുഹമ്മദ് സാർ എന്ന വ്യക്തിയിലൂടെ എന്നിലൂടെ എത്തിയത്. ഇന്നിവിടെ ഞാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സിനെ ഹോൾഡ് ചെയ്യുന്നു. 10-15 ലക്ഷത്തോളം ബിസിനസ് കവർ ചെയ്തുകൊണ്ട് ATC, DTC എന്നീ റാങ്കുകളിലേക്കൊക്കെ വളരെ ഫാസ്റ്റായി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്നിൽ നിക്ഷിപ്തമായ ദൗത്യം ഇന്നിവിടെ MC ചെയ്യുക എന്നതാണ്. എന്നാൽ ഇന്ന് അതിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. എന്താണെന്നല്ലേ, ഓൾ ഓവർ ഇന്ത്യയിൽ തന്റെ അക്കാദമിക്കൽ ഇന്റലിജൻസ് കൊണ്ട് ഒരുപാട് ഭാഷകളും വിഷയങ്ങളും കൈകാര്യം ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങളുടെ ഹെഡായി വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് വിജ്ഞാനം പകർന്നുകൊണ്ട് ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ ഹെഡായി വർക്ക് ചെയ്ത് മിന്നിത്തിളങ്ങുന്ന അവസരത്തിൽ MI ലൈഫിന്റെ അവസരം കേട്ടപ്പോഴുണ്ടായ തിരിച്ചറിവ് നദി തിരിച്ചൊഴുകാൻ തുടങ്ങി. അതെ, ഇസ്മായിൽ സർ എന്ന മഹാത്ഭുതം തന്റെ അറിവിന്റെ ആവനാഴിയിലെ സർവ അസ്ത്രങ്ങളും തന്റെ കൂടെയുള്ളവരുടെ വിജയത്തിന് വേണ്ടി നിർലോഭം പ്രയോഗിക്കുന്ന കമ്പനിയുടെ ഏറ്റവും ഉയർന്ന റാങ്കായ ക്രൗൺ അംബാസഡർ പദവി ലക്ഷ്യം വെച്ച് ഇന്ന് NTCയിൽ വളരെ പവർഫുള്ളായി കുതിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് ചരിത്രത്തിലെ ഇതിഹാസമായ ഇസ്മായിൽ സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ മിസ്റ്റർ ഇസ്മായിൽ സാർ. Thank you. Happy lovely morning. What wonderful kind of introduction and really very powerful punching lines. And also really proud of you, great Sati sir. ഇതുപോലെയുള്ള നമ്മൾ ഉദിച്ചു വരുന്ന കാര്യങ്ങൾ റൈസിംഗ് സ്റ്റാർസ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഇനിയും ഭാവിയിലേക്ക് ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് പ്രതീക്ഷയാകാനും അതേപോലെ തന്നെ എന്താ പറയാ ആയുരാരോഗ്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പാഠങ്ങൾ ഭൂമുഖത്ത് സന്നിവേശിപ്പിക്കാനും ഒരു വലിയ ബ്ലസ്ഡ് ലൈഫ് കിട്ടിയ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. So I really once again congratulate great Sadi sir for this wonderful kind of words and whatever he had said about me and all other about the industry may be manifested very soon inshallah. അതെല്ലാം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And also good morning all of you. നല്ല നമസ്കാരം, നമസ്കാർ and salam, adab, sabko dil se ധന്യവാദ്, അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാവരെയും സ്ക്രീനിൽ കാണാൻ പറ്റിയതിലും. സാജി സാർ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. നമ്മൾ ജീവിതത്തിൽ അത് വിശ്വസിച്ച് പറഞ്ഞാൽ അത് വണ്ടർഫുൾ ആണ്. അതല്ലാതെ നമ്മളൊരു ഉറക്കമട്ടത്തിൽ പറഞ്ഞാൽ അത് ദിസ് ഈസ് വണ്ടർഫുൾ മോർണിംഗ്. പക്ഷെ എന്താണ് ഇത് പറഞ്ഞാലോ അത് അങ്ങനെയാണ്. സോ വാട്ട് ഈസ് യുവർ മൈൻഡ് സെറ്റ് ഇസ് ദ മെയിൻ ക്വസ്റ്റ്യൻ. എന്താണ് നമ്മളിത് പറയുന്ന സമയത്തുണ്ടായ ആ ചിന്താധാര, അതിൽ നിന്നാണ് ഇത് വണ്ടർഫുൾ ആണോ ഹാപ്പി മോർണിംഗ് ആണോ എന്നൊക്കെ പറയുന്നത്. ഹാപ്പി മോർണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ഹാപ്പി ആവണം എന്നാണ്. നമ്മള് സത്യം പറഞ്ഞാൽ എല്ലാ ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ നമ്മൾ മൈൻഡ് സെറ്റോട് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അല്ലാതെ ഹാപ്പി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ തന്നെ ഉണ്ടോ? അതാണ് കഴിച്ചാൽ ഹാപ്പി ആകും, ഈ ഒരു സാധനം തന്ന അപ്പൊ ടെൻഷൻ, അങ്ങനത്തെ ഒരു സാധനം ഇല്ലല്ലോ. വാട്ട് എവർ നമ്മുടെ മൈൻഡിന്റെ ആറ്റിറ്റ്യൂഡ് സിസ്റ്റം അതനുസരിച്ചാണ്. അപ്പൊ അതൊരു ലെവലിൽ നിർത്തുക, ഹാപ്പിനെസ്സിൽ നിർത്തുക. എല്ലാവർക്കും ഹൃദ്യമായ ഭാഷയിൽ ഹൈ ഫ്ലൈസ് മീറ്റിംഗിലേക്ക് സ്വാഗതം. എല്ലാ രാവിലെയും അതിരാവിലെ എന്താ പറയാ നമ്മളുടെ കാലി ബ്രെയിനിലേക്ക്, ഫ്രീ ആയ empty മൈൻഡിലേക്ക് ആദ്യം തന്നെ മോട്ടിവേഷനും അതേപോലെ തന്നെ ഒരു ചിന്തയും ഉണരാനും പറക്കാനും അതേപോലെ തന്നെ വളരാനും
നമുക്ക് പറ്റുന്ന വലിയ വലിയ നല്ല ചിന്താധാരകളും ഐഡിയാസും നമുക്ക് സന്നിവേശിപ്പിച്ച് ഇതിന്റെ ഹെഡ് ചെയ്യുന്ന നമ്മുടെ സക്സസ്ഫുൾ ഗ്ലോബലിനെയും അതേപോലെ തന്നെ ഫൗണ്ടർ ഫാമിലിയെയും വളരെ സ്നേഹത്തോടെ ഓർക്കും. സെയിം ടൈം തന്നെ ഈ മഹത്തായ ദിവ്യ വിളക്കേനിലേക്ക് എത്തിച്ച എന്റെ മെന്ററും സ്പോൺസറും മിസ്റ്റർ ഷൈബ് സാർ ഫ്രം വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ആൻഡ് എൻജോയർ മൈ സക്സസ് പാർട്ട്നേഴ്സ്, എസ്പെഷ്യലി എന്നെ ഞാനാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ടീം മെമ്പേഴ്സ്, they are my real engine. അവരാണ് എന്തിനും സാറും ഇന്ന് പടം നയിച്ചു ഞങ്ങൾ പിറകിലിട്ടെന്ന് പറയുന്ന ധൈര്യം കാണിച്ച ഞാൻ ട്രില്യനേഴ്സ് അക്കാദമി ഗ്ലോബൽ എന്ന് പേരിട്ട് വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. സോ സാജി സാർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാടൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നത് സത്യമാണ്. ആക്ച്വലി നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കാം, നമ്മൾ ഇന്നും സ്റ്റിൽ അലൈവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ there is something we have to do at നമ്മൾ ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ ചെയ്യാത്ത എന്തൊക്കെയോ ഉണ്ടായതുകൊണ്ടല്ലേ ഇന്നും നമ്മൾ അലൈവായിട്ട് ആക്റ്റീവായിട്ട് ഈ സ്ക്രീനിൽ എത്തിയത് അല്ലെങ്കിൽ മുഖത്ത്. ഇതിനൊരു ശരിക്കുള്ള സിനാരിയോ നമ്മൾ നോക്കിയാൽ ആ ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്നതാണ്. കാര്യം ദൈവം ഈ ഭൂമുഖം എന്ന് പറയുന്ന കളി ഗ്രൗണ്ടിൽ നിന്ന് പല ആളുകൾക്കും ആ ചുവപ്പ് കാർഡ് കാണിച്ചപ്പോ നമ്മളെ വീണ്ടും കളിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഗോൾ നേടാൻ നമുക്കുണ്ട് എന്നതാണ്. അല്ലെങ്കിൽ കോച്ച് തിരിച്ചു വിളിക്കുന്നതാണ്. സോ വി ഹാവ് ടു ഡു സംതിങ് വെരി പവർഫുൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്യാദി ചർച്ചക്കും നമ്മൾ ഇരുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ടീമിൽ തന്നെ പല ആൾക്കാരും ഇന്ന് രാവിലെ ഐഫ്ലൈസിന് ഇരുന്നിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യ കാരണങ്ങളുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ സ്റ്റിൽ ഐ ആം ഹിയർ എന്ന് പറയുമ്പോൾ വൈ എന്നത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യണം. ബിക്കോസ് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ എന്ത് മീറ്റിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദ റിയൽ പ്ലാനർ ഈസ് ദ ഗോഡ്. അത് മേലത്തെ സുപ്രീം പവറാണ്. അദ്ദേഹത്തിന് നമ്മളെ കണ്ടെന്തോ കാരണമുണ്ട് ഇതിനകത്ത്. സോ അതെന്താന്ന് തേടി വേണം ഇത് പോലുള്ള ക്ലാസ്സുകളിൽ ഇരിക്കാൻ. അല്ലാതെ നമ്മൾ കേൾക്കാൻ വേണ്ടി കേൾക്കുകയും ലീഡർമാരെ ബോധിപ്പിക്കാൻ വേണ്ടി കേൾക്കുകയും ചെയ്യുന്നിടത്താണ് പരാജയം. സോ ആക്ച്വലി ഞാൻ എന്റെ മാറ്ററിലേക്ക് വരികയാണെന്ന് സ്ലൈഡ് വെച്ച് സംസാരിക്കാന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് ഞാൻ തീരുമാനം ഇന്ന് രാവിലെ മാറ്റി. കാരണം സ്ലൈഡ് നോക്കുമ്പോൾ ഒരുപാട് സ്ലൈഡ് ഉണ്ട്. അത് സ്കിപ്പപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഒരു 10-70 സ്ലൈഡ് ഉണ്ടാവും. അത് പറഞ്ഞു തീർക്കാൻ 40 മിനിറ്റ് മതിയാകാതെ വരും. അപ്പൊ ഞാൻ സബ്ജക്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇൻഷാല്ലാ അതിനെ ഒന്നും കൂടി സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ നല്ല ഒരു സബ്ജക്ട് തന്നെയാണ് അത് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ജനറൽ ആയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായതുകൊണ്ടാണ് ഞാൻ വിത്തൗട്ട് സ്ലൈഡ് ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ വെൽക്കം ടു ഹൈ ഫ്ലൈസ് മീറ്റ്. ഹൈ ഫ്ലൈസ് അപ്പൊ എന്താണ്? ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവർ എന്നാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, नहीं तेरा नशीमन कसर सुल्तानी के गुंबद पर तो शाहीन है बसेरा घर पहाड़ों की चट्टानों पर. പറയാറുണ്ട്. ആശയം ഇതാണ്, നമ്മുടെ എന്താ പറയാ പേർഷ്യൻ കാവ്യലോകത്തിന്റെ ചിന്താധാരകൾ ഉറുദു ഭാഷ്യത്തിലേക്ക് പറിച്ചു നട്ട് ഇന്ത്യയുടെ ആത്മാവായ കാവ്യലോകത്തിന് ജന്മം നൽകിയ ഇക്ബാലിയൻ ശൈലിയിൽ പറയുന്ന വരികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. नहीं तेरा नशीमन कसर सुल्तानी के गुंबद पर तो शाहीन है. നീ രാജകിളിയാണ്, ഷാഹീനാണ്, നീ ഷാഹീൻ പക്ഷിയാണ്. ബസേരാക്കർ, നീ ജന്മം കൊള്ളേണ്ടത്, താമസിക്കേണ്ടത് പഹാഡോം കി ചട്ടാനോ പർ, അമ്പരചുംബികളായി നിൽക്കുന്ന പർവ്വത ശിഖരങ്ങളിൽ വിരാജിക്കേണ്ടവനാണ് മനുഷ്യ. നീ ഏതെങ്കിലും ഒരു മൂലയിൽ തളർന്നു നിൽക്കേണ്ടവനല്ല എന്ന് കാവ്യലോകം പറയുന്ന ആശയം ഇതാണ്. നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. സ്കൈ ഈസ് ദ ലിമിറ്റ്. അങ്ങനെ തന്നെ ചിന്തിക്കണം. ഈ ഭൂമിയിലേക്ക് ഒരു മിഷന്റെ പിറകില യു ആർ ഹിയർ. ആ മിഷൻ എന്തെന്ന് കണ്ടെത്തിയുള്ള യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. സോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ പറ്റും. അല്ലാതെ ഒരു വേസ്റ്റ് ലൈഫാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ യു ഗെറ്റ് വാട്ട് എവർ യു ആർ സെർച്ചിങ്. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെയോ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അല്ലെങ്കിൽ ഒരു ജീവിയായി ജന്മം കൊണ്ടിരുന്നെങ്കിൽ കാക്കയായോ പറവയായോ ഇരികാലികളായോ ജന്മം കൊള്ളുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ മൃഗമായിട്ട് ജന്മം കൊള്ളുമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ പവർഫുൾ യുണീക് ക്രിയേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്, മനുഷ്യരാശിയാണ്. അങ്ങനെ ഞാൻ ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഡു സംതിങ്. ആ സാധനത്തെ തേടിയുള്ള യാത്രയാണ് ജീവിതത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. സോ ആക്ച്വലി നമ്മൾക്ക് ഒരു ബിസിനസിന്റെ പാർട്ടായിട്ട് വന്നതാണ്. അവിടെയാണ് നമ്മുടെ സബ്ജക്ട് വരുന്നത്. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ബിസിനസ് ആണ്. അപ്പോ നമ്മൾ ആദ്യം വേണ്ടത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ബിഗിനർ മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഈസ് എ ബിസിനസ്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ബിസിനസ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് ഇതിൽ ആദ്യം നമ്മൾ ചെയ്യാറുള്ളത്. ഈ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ എന്താ പറയാ ഗൾഫുകാരനായിരിക്കുക, NRI-കാരനായിരിക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ ടീച്ചർ ആയിരിക്കുക, ട്രെയിനർ ആയിരിക്കുക, പ്രൊഫസർ ആയിരിക്കുക, നാടനായിരിക്കുക, കൂലിവേലയായിരിക്കുക, വാട്ടവർ നമ്മളുടെ ഇന്നലെ ലൈഫ് വാട്ടവർ എന്തോ ആവട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ലെറ്റ് ബൈഗോൺ ബി ബൈഗോൺ, അത് പോട്ടെ.
പക്ഷെ നമ്മൾക്ക് ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഒരു യാത്ര ഒരു പുതിയ വണ്ടിയിലാണ്. ആ വണ്ടിക്കനുസരിച്ച് ഞാൻ സെറ്റ് ആകുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ നമ്മളൊക്കെ പണ്ട് കാലത്ത് ഈ ബിസിനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാറുണ്ട്, എന്താ പറയാ, ES നിന്ന് BA. ആരാണ് ES നിന്ന് BA മാറുന്നത്? നമ്മൾ വിചാരിക്കുന്നുണ്ട് ബാങ്ക് കൊണ്ട് ഇങ്ങനെ ചിത്രം വരച്ച് അതേപോലെ തന്നെ ES BA എന്നൊക്കെ എഴുതി ഇവിടുന്ന് ഇങ്ങോട്ട് മാറലാണ്. ആരാ മാറുന്നത്? വാട്ട് ഈസ് ദാറ്റ് ചേഞ്ച്? ES ചിന്താധാര തന്നെയാണ് നിനക്ക് BA-യിലുമെങ്കിൽ ഇറ്റ് മീൻസ് നമുക്ക് അങ്ങനെയെങ്കിൽ നമ്മൾ മാറിയിട്ടൊന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്തു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലേൺ മോർ ഏൺ മോർ. അതാണ് ആദ്യത്തെ. അതായത് നമ്മൾ ചിലതൊക്കെ പുതിയത് പഠിക്കാനുണ്ട്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഇതുവരെ നിന്ന പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നടക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ലേണിംഗ് ആണ്. ഈ ലേണിംഗ് സോൺ എന്ന് പറയുന്ന സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാതെ എനിക്ക് ഇതുവരെ അറിയുന്ന അതേ സാധനം വെച്ച് ഞാൻ ഈ സമൂഹത്തെ വഹിക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. ബിക്കോസ് നമ്മളൊരു ഗ്ലോബൽ പ്രൊജക്ടിന്റെ പാർട്ടാണ്. ഗ്ലോബൽ, നോട്ട് പഞ്ചായത്ത് ലെവൽ, നോട്ട് ഓഫീസ് റൂം ലെവൽ. ഒരു 40 ഉള്ളിലെ ഫാനിന്റെ ചോട്ടിൽ നിന്ന് വർക്ക് ചെയ്ത വ്യക്തി ഈ ബിസിനസ്സിലേക്ക് ഒപ്പുചാർത്തുമ്പോൾ ചിന്തിക്കണം, ഒരു ഗ്ലോബൽ മിഷന്റെ പാർട്ടാണ് ഞാൻ. ഈ ചിന്താധാര മതിയാകില്ല. ഇക്കണ്ട 4 ഫയലുകളോ അതല്ലെങ്കിൽ ഞാൻ കാണുന്ന ദിനേന കാണുന്ന സമൂഹമോ അതല്ലെങ്കിൽ വർക്കിംഗ് സിനാരിയോ അല്ല എനിക്ക് വരാനുള്ളത്. അപ്പോ ആ ഒരു ചിന്താധാരയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഞാൻ സ്റ്റഡി ചെയ്യേണ്ടത്? ലേൺ മോർ ഏൺ മോർ. ഇവിടെ ആദ്യം വേണ്ടത് നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്ക് കടക്കുമ്പോഴും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ അതൊരു പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റ് ആണ്. അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ്, അത് പഠിക്കണം. ജനങ്ങളെ അസോസിയേറ്റ് ചെയ്യൽ പഠിക്കണം. ടീം ബിൽഡിംഗ് ആണ്, പഠിക്കണം. എവറിത്തിങ് ഒക്കെ പഠിക്കാനുള്ളതാണ്. പക്ഷേ എബവ് ഓൾ, എല്ലാത്തിനും അപ്പുറത്തേക്ക് ദിസ് എ പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റ്. മനുഷ്യരാശിയെ ബിൽഡ് ചെയ്യണം. അവിടെ ആദ്യം തിരിച്ചറിയേണ്ടത് ഇസ് ദ മോസ്റ്റ് ടഫസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും രസകരവും റിസ്ക് നിറഞ്ഞതുമായിരിക്കുന്ന പ്രോജക്റ്റ് ആണ് പീപ്പിൾ ബിൽഡിംഗ്. വളരെ രസകരമാണ്, കാരണം പീപ്പിളിനെയാണ് ബിൽഡ് ചെയ്യുന്നത്. ലോകത്തെ എപ്പോഴും ചൈനീസ് വാക്യങ്ങളിലൊക്കെ പറയപ്പെടാറുള്ളതായിട്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു 6 മാസം കൊണ്ടുള്ള ബെനിഫിറ്റ് വേണമെങ്കിൽ നീ തൈ നട്ടോ, അതേപോലെ തന്നെ നിനക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഇല്ലേ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരി വരുന്നത് ഇതാണ്, നിനക്ക് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ ആ യുഗങ്ങൾക്ക് അപ്പുറത്തേക്ക് നിനക്ക് ബെനിഫിറ്റ് വേണം എന്നതാണെങ്കിൽ നീ മനുഷ്യനെ നട്ടോ എന്നാണ് പറയുന്നത്. കാരണം അത്രയും പവർഫുൾ ആണ് പീപ്പിൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രോസസ്സിംഗ് ഒരു എൻഡ്ലെസ് പ്രോസസ്സാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാനിപ്പോ റാങ്ക് NTCI ITCI ഡയമണ്ട് ആയി ഞാൻ കൊല്ലം പഠിച്ചു കഴിഞ്ഞു. നെവർ എവർ. അതൊരു എൻഡ്ലെസ് പ്രോസസ്സാണ്. കാര്യം നമുക്ക് ഓരോ യുഗങ്ങളിലും വ്യത്യസ്ത ചിന്താധാരയുള്ള മനുഷ്യനാണ് എന്ന് മാത്രമല്ല, ഇതേ യുഗത്തിലെ മനുഷ്യൻ 2022 മനുഷ്യൻ ജനുവരി 1 സ്വഭാവമല്ല ജനുവരി 2. അതിന്റെ അപ്പുറത്തേക്ക് ജനുവരി 1 രാവിലെ സ്വഭാവമല്ല ഉച്ചക്ക്. അപ്പൊ ഇയാളെ ഡീൽ ചെയ്യാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യത്തെ കുറിച്ച് നന്നായിട്ട് ചിന്താധാരയുള്ള മനുഷ്യനായിരിക്കും. അപ്പൊ ഒരു എൻഡ്ലെസ് പ്രോസസ്സാണ്. അപ്പൊ ജീവിതത്തിൽ ശരിക്കും നമ്മൾ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ശരിക്കും മനസ്സിലാക്കുക, ഞാൻ വലിയ തറവാട്ടേന്നാണ്, പക്ഷെ ഒരു സാധാ കുട്ടിയിൽ പ്ലാൻ കൊടുക്കാൻ കയറാൻ എനിക്കുള്ള ചിന്താധാര എങ്ങനെയാണ്? എന്റെ ജാതി വേറെയാണ്, മതം വേറെയാണ്, എന്റെ ലൈഫ് എന്താ പറയാ ആറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ എന്റേതായിരിക്കുന്ന എനർജി ലെവൽ, ഫ്രീക്വൻസി ലെവൽ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം. ബട്ട് അവർ എന്തൊക്കെയാണെങ്കിലും താഴെ തട്ടിലേക്ക് പോകാനും മേലെ തട്ടിലേക്ക് പോകാനും നിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? ഇതൊരു ചോദ്യമാണ്. അങ്ങനെ ഞാൻ എന്നെ ശരിക്ക് അടച്ചു വിരിയിച്ചെടുത്ത് വാർത്തെടുക്കുന്ന ഒരു ഇൻക്യുബേറ്റർ പൊസിഷനാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്, ഒരു കൾച്ചറാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്തുള്ളത്. അവിടെ ഒരു ലീഡർ എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് 4 പ്രധാന 4 ബേസിക്സ് ഓഫ് ആൻ അൾട്രാ ലക്ഷറി സക്സസ്. ഏതൊക്കെയാണ് 4 ബേസിക് ആയ കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, യു മസ്റ്റ് ഹാവ് എ വിഷൻ. നല്ലൊരു വിഷൻ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ആ വിഷനെ സഹായിക്കുന്ന ഒരു മിഷൻ ഉണ്ടായിരിക്കണം. ദെൻ ദ തേർഡ് വൺ, ഈ എടുത്ത തീരുമാനത്തിൽ നിനക്ക് പാഷൻ ഉണ്ടായിരിക്കണം. 4-മത്തെ ഒന്ന്, ഈ 3 സാധനം വെച്ചൊരു മൂലയിരിക്കരുത്, അതിന് ആക്ഷൻ എടുക്കണം. സോ 4, the 4 basics of an ultra luxury success is these 4 basics matters. First one is the vision, next one the mission, and third one is the passion, and the fourth one is the action. അതായത് നിനക്ക് നല്ലൊരു വിഷൻ, ഇതുവരെ കാണാൻ പറ്റാത്ത വിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഉൾക്കാഴ്ച. എന്താ അതിനർത്ഥം? അതിൽ ഉള്ളോണ്ടേ കാഴ്ചയുള്ളൂ, പുറത്ത് കാഴ്ചയില്ല. ആരും കാണാത്തത് എന്തോ നീ കണ്ടു. പണ്ടേതോ നടി പറഞ്ഞ പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ. അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ്സിനകത്ത് കണ്ടോ ഇല്ലേ? നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ലീഡർമാർക്കും ഒരു വിഷൻ ഉണ്ടായിരിക്കാം. നിനക്ക് എന്ത് വിഷൻ? ഈ ലോകത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്നാണ്. നമുക്ക് നമ്മളുടെ സമയം കൊണ്ട് ജീവിതം കൊണ്ട് ഒരു പ്ലാൻ ഉണ്ടായില്ലെങ്കിൽ
നമ്മുടെ ഒരു യൂണിവേഴ്സൽ സക്സസ് ഉണ്ടാക്കിയ ദ മിസ് യൂണിവേഴ്സ് അവാർഡ് വാങ്ങിച്ച ഒരു വലിയ ഹീറോയിൻ, ബോളിവുഡ് നടിയായിരിക്കുന്ന സുസ്മിത സെൻ പറഞ്ഞൊരു വരിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ പറയാ, ഇസ് ദുനിയാക്ക ദസ്തൂർ, ഈ ലോകത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് സ്വഭാവം എന്താന്ന് വെച്ചാൽ, നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ഐഡിയ കൊണ്ട് ഞാൻ എന്റേതായ റൂട്ട് മാപ്പ് പണിത് വെച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്, അത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കൂല എന്നാണ്. എന്താ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുക? ആരും ഒന്നും ചെയ്യാതെ നിൽക്കാനൊക്കെ ഒരു സാധനം ഇല്ല എന്നാണ്. നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, കഴിവ് കൊണ്ട് എനിക്ക് എന്റേതായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് ആരാൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കും. അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. ദാറ്റ് ഈസ് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സൽ തിയറിയിൽ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ കഴിവ് കൊണ്ട്, സമയം കൊണ്ട് എനിക്ക് എന്റേതായ ഡ്രീം ഉണ്ടാവണം, മസ്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മളെ വെച്ച് ആരാന്റെ ഡ്രീമിന് വേണ്ടി അവൻ നമ്മളെ ഉപയോഗിക്കും. അപ്പൊ ഈ ലോകത്ത് ഒരിക്കലും ഏതാനും സ്വപ്നമില്ല, ആരാന്റെ സ്വപ്നത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ വരി തെറ്റാണ്. നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾക്കൊരു സ്വപ്നം വേണം. സോ ദിസ് ബിസിനസ് സ്റ്റാർട്ട്സ് ഫ്രം എ മിഷൻ ആൻഡ് എ ഡ്രീം, പവർഫുൾ ഡ്രീം. സോ നിർബന്ധമായിട്ട് നമ്മൾ വേണ്ടത് എന്തൊക്കെയാണ് ഇതില് വിഷനും മിഷനും വെച്ച് നമ്മൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ബിസിനസ് ആദ്യം കിട്ടിയത് ഒരു ബൈ ചാൻസ് ആയിരിക്കും. എന്താ ബൈ ചാൻസ്? കൂട്ടുകാരന്റെ ലിസ്റ്റിൽ വന്നത്, പരിചയക്കാരെ പരിചയപ്പെടുത്തിയത്, മനമില്ലാ മനസ്സോടെ സ്വീകരിച്ചത്, അതല്ലെങ്കിൽ ഉന്തി തള്ളിക്കൊണ്ടെന്നപ്പോ കണ്ണും ചുമ്പി ഒപ്പിട്ടത്, എന്തോ ആവട്ടെ, ഒക്കെ ബൈ ചാൻസ് ആണ്. പക്ഷെ ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ബൈ ചോയ്സ്. ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. എനിക്ക് ലൈഫിൽ വേണ്ട ആ ഡ്രീം ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ്. ഇതിൽ എപ്പോഴും തിരിച്ചറിയേണ്ടത്, ആദ്യം നമ്മൾക്ക് സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാൻ ബിസിനസ് തുടങ്ങുന്നതും ബൈ ചോയ്സ് ആയിട്ട് ബിസിനസ് തുടങ്ങുമ്പോഴാണ്, ബൈ ചാൻസ് ആയിട്ടല്ല. നമ്മളെ രജിസ്ട്രേഷനകത്ത് ബൈ ചാൻസ് ആയിരിക്കുക, പക്ഷെ ബൈ ചോയ്സിലേക്ക് ഇതിലേക്ക് മാറണം. ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദിസ് മൈ ചോയ്സ്, ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തു. നമ്മൾ ABCD പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, A എന്ന് പറയുന്ന ഒരു മനുഷ്യന് B എന്ന് പറയുന്ന ബർത്തിൽ നിന്ന് D എന്ന് പറയുന്ന ഡെത്തിലേക്ക് പോകുമ്പോൾ C എന്ന് പറയുന്ന ഒരു സാധനം, ദാറ്റ് ഈസ് ചോയ്സ്. ഈ ചോയ്സിനെയാണ് ലൈഫ് എന്ന് വിളിക്കുക. അതായത് ABCD. അതിൽ A എന്നത് എ പേഴ്സൺ അല്ലെങ്കിൽ an ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാണ്. B സ്റ്റാൻഡ്സ് ഫോർ ദ ബർത്ത് ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ ദ ചോയ്സ് ആൻഡ് D സ്റ്റാൻഡ്സ് ഫോർ ദ ഡെത്ത്. സോ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള യാത്ര നടുവിൽ ഒരു അക്ഷരം, അതിന്റെ പേര് C എന്നാണ്. ബിയുടെയും ഡിയുടെയും നടു ആ സിയുടെ ഫുൾ ഫോം വരുന്നത് ചോയ്സ് എന്നാണ്. സോ ലൈഫ് ഈസ് ദാറ്റ്. നിങ്ങൾ എന്തിനെയാണ് ചൂസ് ചെയ്തത്? അതാണ്. ടീച്ചർ ആവാനാണോ, ട്രെയിനർ ആവാനാണോ, കൂലിവേലക്കാരനാവാനാണോ, പോലീസ് ആവാനാണോ, പട്ടാളാവാനാണോ, അതല്ല ഒരു ഗ്ലോബൽ ഐക്കൺ ആവാനാണോ? യുവർ ചോയ്സ്. സോ ഈ ബിസിനസ് ഒരു ചോയ്സിലേക്ക് കണക്ട് ചെയ്യാം എന്ന് മാത്രമല്ല, ഇതിനകത്തെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫ്രം വാട്ട് യു ആർ നൗ, അവിടെ നിന്ന് നിങ്ങൾ ടു വാട്ട് യു വാണ്ട് ടു ബി, അവിടേക്കുള്ളൊരു യാത്രയാണ്. നിങ്ങൾ ഇപ്പോൾ എന്താണോ അവിടെ നിന്ന് എന്താവണമെന്ന് ആഗ്രഹിക്കുന്നതിലേക്കുള്ള ഒരു യാത്രയാണ്. എപ്പോഴും പ്രശ്നം എന്താ അറിയോ? 1000 കിലോമീറ്ററുള്ള യാത്രയാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ 10 കിലോമീറ്റർ ആയിട്ട് നിർത്തിയിട്ട് വരെ ഞാൻ ആയില്ല, അത് പറഞ്ഞു ആയില്ല. ഒരു മനുഷ്യർക്ക് 10 A+ എടുക്കാൻ താല്പര്യമുണ്ട്. അവൻ LKG എന്ന് പറഞ്ഞാൽ നിർത്തി എങ്ങനെ 10 A+ എഴുതലും റാങ്ക് പിന്നെടുക്കാം. ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നെവർ കിറ്റിംഗ് മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിനാണ് കുറച്ച് ABCD ശരിയാക്കാൻ എപ്പോഴും പറയാം. നമ്മുടെ ABCD പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് പറയാറുണ്ട്, അതേപോലെ തന്നെ ബിലീഫ് പറയാറുണ്ട്, കമ്മിറ്റ്മെന്റ് പറയാറുണ്ട്, D ഫോർ ഡ്രീം പറയാറുണ്ട്, ഡിറ്റർമിനേഷൻ പറയാറുണ്ട്. എന്ത് പറഞ്ഞാലും ശരി, ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് നിർബന്ധമാണ്. നെവർ കിറ്റിംഗ് ആറ്റിറ്റ്യൂഡ്. ഇതിന്റെ എൻഡ് വരെ കളിക്കും ഞാൻ, പ്ലേ ടു വിൻ. ഇതിന്റെ കളി അവസാനമല്ലേ തീരുമാനിക്കല്. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫുട്ബോളിനെ വിസിലടിച്ചിട്ട് ഓൺ ദ സ്പോട്ടില് ഇയാളാണ് കളി തുടങ്ങി അപ്പൊ തന്നെ കളി കഴിഞ്ഞു കപ്പ് കൊടുത്തു, അങ്ങനെ എവിടെയെങ്കിലും കണ്ടുകൂടാം? കപ്പ് അവസാനല്ലേ കിട്ടല്. അപ്പൊ ഈ ബിസിനസ് ചെയ്യേണ്ടുന്നതിന്റെ മാക്സിമം ലെവലിൽ ചെയ്തിട്ടല്ലേ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തോന്നോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാത്തന്ന് എങ്ങനെ ഇത് തീരുമാനിക്കല്? ഒരു സിനിമ തുടങ്ങുമ്പോ തന്നെ അതിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ ഒരു സെക്കൻഡല്ലേ ഉണ്ടാവുള്ളൂ. ഒരു പ്ലേ തുടങ്ങുമ്പോ വിസിലടിക്കുമ്പോ തന്നെ കഴിഞ്ഞാൽ ഒരു കളി ഒരു സെക്കൻഡല്ലേ ഉണ്ടാവുള്ളൂ. ഒരു താലികെട്ട് കഴിയുമ്പോ തന്നെ വൈവാഹിക ജീവിതം മുഴുവൻ കഴിഞ്ഞോ? അതൊരു എൻഡ്ലെസ് പ്രോസസ് അല്ലേ? അപ്പൊ ഏതൊരു കാര്യത്തിനും അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട് എന്നതിനെ പാഷീൻസ്, ദാറ്റ് ഈസ് ഇന്നല്ലാഹു സ്വബിർ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ആ സ്വബർ, നമ്മുടെ ക്ഷമാശീലരായിട്ട് കാത്തു വെക്കുന്ന സിസ്റ്റം നമുക്ക് വേണം. ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്ന് പറയുമ്പോ പറയാതെ പറയുന്ന ഒരു സയൻസ് അതിനകത്ത് എന്താണെന്നറിയും? ദൈവം ക്ഷമിക്കുന്നവരെ കൂടെയാണ്. അപ്പൊ ക്ഷമ എപ്പോഴാണ് ഉണ്ടാവില്ല? ആർക്കെങ്കിലും നല്ല സന്തോഷം വന്നു, അപ്പൊ ആരെങ്കിലും ക്ഷമിച്ചു എന്ന് പറയോ? ഞാൻ ഇന്നലെ ഒരു ലോട്ടറി അടിച്ചു, ഞാൻ ക്ഷമിച്ചു. ഞാൻ ഇന്നലെ ഒരു വിമാനം വാങ്ങിച്ചു, ഞാൻ ക്ഷമിച്ചു. അങ്ങനെ ഉണ്ടോ? ഇല്ല. തലയിലേക്ക് ഇടുത്തി വീണു, ഞാൻ ക്ഷമിച്ചു. അപ്പൊ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന പദം ജന്മം കൊള്ളുന്നത്
ഞാൻ വലിയൊരു പ്രയാസം നേരിട്ടു എന്നതിന്റെ പിന്നാമ്പുറത്തുനിന്നാണ്. അപ്പൊ ദൈവം ക്ഷമിക്കുന്നവരെ കൂടെയാണ് എന്ന് പറയുന്നതിന്റെ പിറകിൽ ഒരു സയൻസ് കൂടിയുണ്ട്. ആർക്കാണോ എന്നും എന്നും പ്രതിസന്ധി വരുന്നത് അവന്റെ കൂടിയാണ് ദൈവം. ദാറ്റ് ഈസ് അപ്പൊ ക്ഷമിക്കുന്നവരെ കൂടെയാണെന്ന് പറയുമ്പോൾ പ്രയാസം വരുന്നവന്റെ കൂടെയാണ്. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, വിജയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ പറയുന്നത് ദ എംപ്റ്റി സ്റ്റൊമക് എന്താ പറയാ സ്റ്റാർവ്ഡ് സ്റ്റൊമക് ആൻഡ് ദ എംപ്റ്റി പോക്കറ്റ് എന്ന് പറയുന്നത്. അൾട്രാ ലക്ഷറി സക്സസിന്റെ ക്രൈറ്റീരിയ പറയുന്നിടത്ത് ലോകം വിധിയിട്ട് നടത്തിയ ഒരു വരി ഇങ്ങനെയാണ്: ദ എംപ്റ്റി പോക്കറ്റ് ആൻഡ് സ്റ്റാർവ്ഡ് സ്റ്റൊമക്. അതായത് കാലി കീശയും ഒട്ടിയ വയറുമാണ് വിജയിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി. ആ ക്വാളിറ്റി നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? യു ആർ പാസ്ഡ് ദ എക്സാമിനേഷൻ. നിങ്ങളുടെ എക്സാം പാസ്സായി, ഇനി പണി തുടങ്ങുക. പാസ്സായിട്ട് പിന്നെ നിൽക്കരുത്. നമ്മളുണ്ടല്ലോ PSC ലിസ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചാൽ പേരിക്ക് സാലറി വരില്ല, പിന്നെ ജോലിക്ക് പോകണം. നമ്മളൊരു എക്സാം പാസ്സായി പിന്നെ പണി കിട്ടുക, ഇറക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ നല്ല പ്രയാസങ്ങൾ, ഞാൻ പറഞ്ഞ ഈ ഒട്ടിയ വയറുള്ള ആളുകൾ, ഇറ്റ് മീൻസ് നമുക്ക് പട്ടിണി കിടക്കേണ്ട മുഹൂർത്തം, അതല്ലെങ്കിൽ എന്തോ കാര്യട്ടെ, പട്ടിണി എന്ന് പറഞ്ഞ വിശപ്പ് എന്ന് അർത്ഥമുള്ളൂ. അത് പൈസ ബനാനാക്കി പൂക്കോ യാ ഖാന ബനാനാക്കി പൂക്കോ, എന്തായാലും കുഴപ്പമില്ല. ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പായാലും ശരി, വിജയം ഉണ്ടാക്കാനുള്ള വിശപ്പായാലും ശരി, ആ വിശപ്പ് ഉണ്ടോ ഇല്ലേ? കാലിയായ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്റേതായിരിക്കുന്ന പ്രോസ്പിരിറ്റിക്ക് മുന്നിലുണ്ടായ ഒരു സ്കേഴ്സിറ്റിയാണ് കാലിയായ പോക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആണ്. ദെൻ സ്റ്റാർട്ട് ദ മിഷൻ. അതുകൊണ്ട് നിർബന്ധമായിട്ടും വേണ്ടത് കളിക്കാൻ ഇറങ്ങണം ഗ്രൗണ്ടിൽ. നമ്മുടെ പ്രശ്നം എന്താ പറയുക, ഗാലറിയിൽ നിൽക്കലാണ്. ഗാലറിയിൽ നിന്നിട്ടല്ലോ മെസ്സി കപ്പ് വാങ്ങിച്ചത്, ഗാലറിയിലല്ലോ CR7 കപ്പ് വാങ്ങിച്ചത്. ഈ മെസ്സിമാരും നെയ്മർമാരും റൊണാൾഡോമാരും അതേപോലെ തന്നെ സച്ചിന്മാരും തുടങ്ങിയുള്ള ഏത് കളിക്കാരനാവട്ടെ അവർ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചിട്ടാണ് വാങ്ങിയത്. നമ്മളെ പ്രശ്നം നമ്മൾ ഗാലറിയിൽ നിന്നിട്ടാണ്. ഗാലറിയിൽ കപ്പില്ലല്ലോ, നമ്മൾ കൈയടിക്കണം. കൈയടിച്ചവനല്ല വിജയിച്ചത്, ആരാനെ കൊണ്ട് കൈ അടിപ്പിച്ചവനാണ് വിജയിച്ചത്. നിങ്ങൾക്ക് വേണ്ടി എത്ര ആള് കൈയടിക്കാനുണ്ട്? അങ്ങനെ കൈയടിക്കാൻ വേണ്ടിയുള്ള കർമ്മം നിങ്ങൾ എന്ത് ചെയ്തു? ഈ ചോദ്യം ഡയലി ചോദിക്കണം. സോ ആക്ച്വലി നമ്മൾ നോക്കേണ്ടത് STC വരെ നിലം തൊടാതെ പറക്കണം. കാരണം നമ്മുടെ ഈ വീടിന്റെ വിജയത്തിന്റെ കൊട്ടാരത്തിന്റെ തറപ്പണിയാണ് STC വരെ. ഫൗണ്ടേഷൻ ബേസ്മെന്റിന്റെ വർക്കാണ്. നിങ്ങൾ എവിടെയും അന്വേഷിച്ച് ഒരു വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ബേസ്മെന്റിന്റെ പണി നടക്കുന്ന സമയത്ത് പകുതി പണിയെടുത്ത് കണ്ടി പോവോ? അതായത് ഞാൻ എന്താ പറയാ, തറ കീറിയിട്ടുണ്ട്, മണ്ണിടലിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പാതകത്തിന്റെ പണി തുടങ്ങുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ടേ കല്ലിറക്കുള്ളൂ, അങ്ങനെ ഒരു സാധനം കേട്ടുക്കണോ? ഇല്ല, ബേസ്മെന്റിന്റെ പണി തുടങ്ങിയാൽ അതാണ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് വേണമെങ്കിൽ തറമ്മ കുറെ നിൽക്കും, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ തറക്ക് വേണ്ടിയിട്ട് കീറിക്കാണ്ട് പിന്നെ ഇതിൽ മണ്ണ് നിറക്കാനും കല്ല് നിറക്കാനും വേണ്ടിയിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ അത് തീർന്നിട്ടുണ്ടോ? പിന്നെ തലക്കുന്ന തുടങ്ങണം. അതുകൊണ്ട് ബേസ്മെന്റിന്റെ പണി ഇസ് ദ STC. അതും എങ്ങനത്തെ STC? സ്റ്റേറ്റ് ലെവലിലുള്ള STC തന്നെ ആയിരിക്കണം. അല്ലാതെ STC ആണ് പഞ്ചായത്ത് ലെവലിലും വാർഡ് തലത്തിലും ആവരുത്. ഞാൻ എൻ്റെ ഒരു വാശിയായിരുന്നു, STC ആകുന്നതിന് മുമ്പ് ഓൾ ഓവർ കേരള കറങ്ങണം. പക്ഷേ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ തന്നെ കറങ്ങി. NTC ആകുമ്പോൾ പഞ്ചായത്ത് ലേസിലെ NTC ആവരുത്, അത് ഇന്ത്യയിൽ തന്നെ ഒരു ടീമുള്ള NTC ആവണം, നാഷണൽ ടീം കോർഡിനേറ്റർ. അങ്ങനെ തന്നെയാണ് ആ പദം കമ്പനി നമുക്ക് തരുന്നത്, അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനാണ്. അല്ലെങ്കിൽ ആ ബോധം നമുക്ക് ഉണ്ടാവാനാണ്. ദൈവം സഹായിച്ചുകൊണ്ട് എന്റെ ലീഡർമാരുടെ പ്രാർത്ഥനയും സപ്പോർട്ട് കൊണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ NTC ആകുന്നതിന് മുന്നേ തന്നെ സ്റ്റേറ്റ് ആൻഡ് ലെവലിൽ പല സ്ഥലത്തും എനിക്ക് ടീമായി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ തീരുമാനം നമ്മൾ എടുക്കണം. സോ ആക്ച്വലി നമ്മളൊക്കെ ചിന്തിക്കാനുള്ള ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം റെഡി ടു ചേഞ്ച് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് റെഡി ടു ചേഞ്ച്. എന്താ റെഡി ടു ചേഞ്ച്? നമ്മൾ ഒരു സെറ്റപ്പ് ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് പണിയെടുക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആലോചിക്കുക, നമ്മളെ വീടിന്റെ മുമ്പിൽ പറയും നല്ല വാതിലാണ്, അവിടെ തേക്കിന്റെ വാതിലാണ്, പ്ലാവിന്റെ വാതിലാണ് എന്ന് പറയുമ്പോൾ ആ പ്ലാവിനെ നേരിട്ട് മുറിച്ചുകാണ്ട് നമ്മളെ വീടിന്റെ മുന്നിൽ വാതിലാക്കി കൊണ്ട് നോക്കുകയാണോ നമ്മൾ ചെയ്യാം? നെവർ എവർ. പിന്നെ എന്താ ചെയ്യാ? ആ പ്ലാവിനെ കണ്ടെത്തിയിട്ട് അതിന്റെ 90% മുറിച്ചു കളയും. ഇറ്റ് മീൻസ് ഒരു പ്ലാവിന്റെ, ഒരു തേക്കിന്റെ, ഒരു മരത്തിന്റെ, ഒരു തടിയുടെ അതിന്റെ എല്ലാ ചില്ലകളും ഇലകളും അതിന്റെ പല ഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ 90% എന്ന് പറയാം, അതിന്റെ മേജർ പാർട്ട് മുറിച്ചു കളയാണ്. എന്നിട്ട് അതിന്റെ 10% ആണ് വാതിലായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡോറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ എത്തുന്നത്. അപ്പൊ ഞാൻ എന്ന വ്യക്തിയിൽ വേണ്ടാത്തത് ഒരുപാടുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു ലീഡർ എങ്ങനെ ചേഞ്ച് ആവും? നമ്മൾ ഓൾറെഡി ചിന്തിച്ചിരിക്കണം, ഞാൻ ഡബിൾ ഓക്കെ ഇങ്ങനെ ശരിയാക്കണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു ലീഡറിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വലിയ ഇതിഹാസത്തെ പ്രതീക്ഷിക്കാൻ പറ്റും? ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ 90% മുറിച്ചു മാറ്റണം. എന്റെ യഥാർത്ഥ ക്ലാരിറ്റി ഉള്ള വെർഷൻ ഇതല്ല, ഞാൻ എന്നെ ഒരുപാട് എക്യുപ്ഡ് ആക്കേണ്ടതുണ്ട്, അതിന് ഞാൻ നിന്ന് കൊടുക്കണം. ഞാൻ എപ്പോഴും ഒരു പൊറാട്ടയുടെ കഥ പറയാറ്. അതായത് പൊറാട്ട ചിന്തിക്കുകയാണ്, പൊറാട്ട എന്ന് പറയുന്നതിനെ തേടിയ ജനങ്ങൾ വന്നത്, എടാ ആ ഹോട്ടലിലെ പൊറാട്ട അടിപൊളിയാണ്, ആ കടയിലെ മൈദ അടിപൊളിയെന്ന് ആരും പറഞ്ഞു പോയിട്ടില്ല. പൊറോട്ടയുടെ ഗന്ധം കിട്ടിയിട്ട് ആൾക്കാർ അങ്ങോട്ട് കയറിയിട്ടുണ്ട്, വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഹായ് അടിപൊളി ഗന്ധം, നമുക്കൊന്ന് കയറി ഭക്ഷണം കഴിച്ചാലോ.
പക്ഷെ ആരെങ്കിലും മൈദയുടെ വെളുപ്പ് കണ്ട് നമ്മളൊന്ന് കുറച്ച് പെരി കൊണ്ടുപോയി പൊറോട്ട ഉണ്ടാക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ പൊറോട്ട എങ്ങനെ ആയത്? മൈദ എന്ന് പറയുന്ന വ്യക്തി, ഒരുപക്ഷെ അതിനൊരു വ്യക്തിയാണെങ്കിൽ, പണ്ടേതൊരു സിനിമയിലെ പാട്ട് പോലെ എനിക്കുന്നുണ്ട് ഒരു നാവുണ്ടെങ്കിൽ എന്ത് ഞാൻ വിളിക്കുന്നു പറഞ്ഞ പോലെ പൊറോട്ടയുടെ മൈദക്ക് ഒരു നാവുണ്ടെങ്കിൽ അവൻ പറഞ്ഞ കഥ ഞങ്ങളോട് പറയണം. എന്താണ് ആ കഥ? ഇങ്ങനെയായിരിക്കും. ഈ മൈദ എന്ന് പറയുന്നത് വലിയ തറവാട്ട് പറഞ്ഞ കുട്ടിയായിരിക്കും. ഇറ്റ് മീൻസ് പാരിസൺസ് ലിബർട്ടി, മൈദ മറ്റേത് മറിച്ചത് വലിയ തറവാട്ട് എന്നാണ്. പക്ഷെ പണ്ടാരിയാകുന്ന മനുഷ്യൻ സാധാ കൂലിവേലക്കാരൻ, സാധുവാണ്. ഒരു ചെറിയ ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്ന് വന്നവരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ജീവിതത്തിന്റെ ധാരാളിത്തം ഇല്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവനായിരിക്കാം പണ്ടാരി. പാരിസൺ ലിബർട്ടി എന്ന് പറയുന്നത് വലിയ തറവാട്ടിൽ നിന്നുണ്ടാവും കോടീശ്വരന്മാരുടെ മൾട്ടി മില്ലിയനേഴ്സിന്റെ പേരിൽ നിന്ന് വന്ന പ്രൊഡക്റ്റാണ്. അവിടെ മൈദ പറഞ്ഞില്ല ഞാൻ വലിയ തറവാട്ടിന് എന്നെ തുടരുത്, നീ താഴ്ന്ന ജാതിക്കാരനാണ് അല്ലെങ്കിൽ എന്നെയാണെന്ന് പറഞ്ഞിട്ടില്ല. മൈദ മുണ്ടാണ്ടിരുന്നു. അയാൾ വഴിച്ചു വേദന കൊണ്ട് പുളകിയ മൈദ മിണ്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് അതിനെ ഇടിച്ചു പരത്തി കുത്തി, നോ പ്രോബ്ലം, മൈദ തിരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇങ്ങനെ തമാശപ്പെട്ട് മുണ്ടൊക്കെ പുതച്ചു കിടന്നപ്പോ മൈദ വിചാരിച്ചു സമാധാനം, ഇനി കിടന്നുറങ്ങുക. അപ്പോഴാ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ആ ഉണ്ട കൂട്ടിയ സാധനം എടുത്തിട്ട് നിർത്തലേക്ക് കുത്തിയിട്ട് അതിനെ വലിയ തരികക്കെട്ട് പോലെ കെട്ടി തിരിച്ചു മറിച്ച് പിന്നെ ലാസ്റ്റിന് പരത്തി വെച്ചപ്പോ മൈദ വിചാരിച്ചു കഴിഞ്ഞു. അപ്പൊ കണ്ട് നെഞ്ചത്ത് കൂടെ കത്തി കൊണ്ട് ഒരു വരക്കല് അല്ലെങ്കിൽ കയ്യിൽ കൊണ്ട് കീറി മുറിച്ചു, പാർട്ടാക്കി മാറ്റി. വേദന കൊണ്ട് കുളഞ്ഞോ, മൈദ മിണ്ടിയില്ല. പിന്നെ അതിനെ വീണ്ടും എന്തെങ്കിലും സെറ്റാക്കി എടുത്തിട്ട് തരികയൊക്കെ അടിച്ച് സെറ്റാക്കി ഒന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പയല്ലേ നരകത്തേക്ക് വലിച്ചെറിഞ്ഞത്. ചുട്ടുകൊള്ളുന്ന പൊറാട്ടക്കല്ലേക്ക് ഒറ്റ ഏറ്. വിളിച്ചു കരഞ്ഞു, നെഞ്ചത്തടിച്ചു കരഞ്ഞു, മൈദ മിണ്ടിയില്ല, പരാതി പറഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് എടുത്തപ്പോ കഴിഞ്ഞു, ദൈവമേ രക്ഷപ്പെട്ടു, പൊറാട്ടക്കല്ലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ആ സാധനം ഈ സാധു വെച്ചിട്ട് നീർന്തലൊക്കെ 4 അടിയും കൊടുത്തു. അതോടുകൂടി തീരുമാനമായി. പിന്നെ അത് പ്ലേറ്റിലേക്ക് വന്നപ്പോ പറഞ്ഞു, വാട്ട് പവർഫുൾ, നേരിട്ട് എന്തോ ഒരു രസം, കാണാൻ ചന്തം, ഗന്ധം ഭയങ്കരം. ആ ചൂടുള്ള പൊറാട്ട കൊണ്ട്, നെരിഞ്ഞ പൊറാട്ട കൊണ്ട്, നല്ല അടിപൊളി പൊറാട്ട കൊണ്ട് ആണോ അല്ലേ? ഇവിടെ ആ മൈദയിൽ നിന്ന് പൊറോട്ടയിലേക്ക് അടി കൊണ്ടാണ് ഞാൻ പൊറോട്ടയായത്, പിറകിലേക്ക് കുത്തുകൊണ്ടാണ് ഞാൻ പുട്ടായതെന്ന് പറയുന്ന പുട്ടിന്റെ അതേ കഥ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൊള്ളാനുണ്ട് ഐഡിയസ്. ഒരിക്കലും നമ്മൾ നേരിട്ട് സക്സസിലേക്ക് എത്തില്ല. സക്സസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ചൈത്രയാത്രയിൽ ഇതൊക്കെ ഉണ്ടാകും. നമ്മളെ ടെസ്റ്റ് പാസ്സാക്കണം. അപ്പൊ ഈ ബിസിനസ്സിനെ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയാം, പ്രതിസന്ധി ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് വിജയത്തിന്റെ വലുപ്പം എത്ര വലുതാണോ അതിന് സമാനമായി റിസ്കിന്റെ വലുപ്പം കൂടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വാർഡ് തലത്തിലെ വിജയമാണോ, വാർഡ് തലത്തിലെ റിസ്ക് ഉണ്ടാകൂ. പഞ്ചായത്ത് തലത്തിലെ വിജയമാണോ വേണ്ടത്, പഞ്ചായത്തിൽ വലിയ റിസ്ക് ഉണ്ടാകും. നിങ്ങൾക്ക് രാഷ്ട്രതലത്തിലെ വിജയം മതിയോ, രാഷ്ട്രതലത്തിലുള്ള അതല്ലെങ്കിൽ ആ സൈസിനൊത്ത എല്ലാ ഗ്രാഫും സെയിം ടു സെയിം ആണ്. തുലാസ് കെട്ടാവരെ ഭൂമി നാട് പോവില്ല. അതുകൊണ്ട് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഗ്ലോബൽ സക്സസ് ആണോ, ഗ്ലോബൽ ചലഞ്ചുകൾ ആദ്യം നിങ്ങൾ റെഡി ആവണം നേരിടാൻ, എന്നാൽ ഇതിന് സാധ്യമാകും. സോ ഗെറ്റ് റെഡി. അതാണ് രണ്ടാമത് മെയിനായിട്ട് ചേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെപ്പോഴും ചിന്തിക്കാൻ, ഞാൻ പഠിച്ചു സാറേ, അന്ന് തൊട്ട് നമ്മളെ തോൽവി തുടങ്ങി. സാറേ ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ പണ്ടേ പലതും ചെയ്തതാണ്. ഓക്കെ സാർ, നിങ്ങൾ പഠിച്ചത് അതെങ്ങനെ ചെയ്യാമെന്ന്, ഇതെങ്ങനെ ചെയ്യാന്നുള്ളതല്ല. ഐസക് ന്യൂട്ടൻ ഒരു കഥ പറയുന്നുണ്ട്. ഗ്രാവിറ്റിയുടെ അത്ഭുതങ്ങൾ പഠിപ്പിച്ച മനുഷ്യനെ വീട്ടിൽ മുയല് വളർത്താൻ വേണ്ടിയിട്ട് ആശാരിയോട് വരാൻ പറഞ്ഞു. ലോകത്തിന്റെ ഇതിഹാസങ്ങളാണ്. തലയിലേക്ക് ആപ്പിൾ വീണ സമയത്ത് അതെടുത്ത് തിന്നാതെ എന്തിനാ വീണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ച പഹനാണ്. എന്തായാലും അദ്ദേഹം അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടാവുക ഒട്ടുമിക്ക ആൾക്കാരും. ഈ വേണ്ടാത്തത് കണ്ടുപിടിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയാറുണ്ട്. ജസ്റ്റ് എ കോമഡി ലേവിച്ച്. സോ ഞാൻ സീരിയസ്ലി പറയുന്നത്, ആ പോലെയുള്ള ഗ്രാവിറ്റിയുടെ അത്ഭുതങ്ങൾ കണ്ടെത്തിയ ഐസക് ന്യൂട്ടന്മാർ വീട്ടില് ഈ മൊയലിന്റെ വളർത്താൻ വേണ്ടിയിട്ട് കൂടുണ്ടാക്കാൻ ആശാരി വന്നപ്പോ ഐസക് ന്യൂട്ടന്മാരെ പോലെയുള്ള സയന്റിസ്റ്റ് പറഞ്ഞു അത്രേ, അതല്ലെങ്കിൽ ശാസ്ത്ര സമൂഹം പറഞ്ഞു അത്രേ, ആ മുയൽ 2 ഉണ്ട് വീട്ടിൽ, ചെറിയ മുയലും വലിയൊരു മുയലും. അതുകൊണ്ട് 2 മുയലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഓട്ടയും പിന്നെ ഒരു വലിയ ഓട്ടയും വെച്ചോളൂ. കൂടിനകത്ത് ഒരു ഡോറ് നടുവിൽ കബോർഡ് വെച്ചിട്ട് 2 ഓട്ട ഉണ്ടാക്കിയിട്ട് ചെറിയ ഓട്ടയിലൂടെ ചെറിയ മുയലും പോട്ടെ, വലിയ ഓട്ടയിലൂടെ വലിയ മുയലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കട്ടെ. അപ്പൊ അവർക്ക് ഉള്ളിൽ കളിക്കാലോ എന്ന് പറഞ്ഞു. അവിടെ ആശാരി തിരിച്ചു വെച്ചു, സാറേ വലിയൊരു ഓട്ട ഉണ്ടെന്ന കൈ ചെറുതും വലുതും പോകൂലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഐസക് ന്യൂട്ടൻ പൊട്ടനല്ല. വൈ? അദ്ദേഹം ആ ഇൻഡസ്ട്രിയിൽ ബിരുദനല്ല. അത്രയും ലോകത്ത് ഇത്ര തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. ദിസ് എ പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റ് ആണ്. ഇതിലെ ലീഡർമാരെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഓക്കെയാണ്, എക്സലന്റ് ആണ്, ആര് പറഞ്ഞു എല്ലാന്നും ഒക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ എല്ലാന്ന് ചിന്തിച്ചിട്ട് എന്ത് പ്രശ്നമുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്ത്യയിലെ ടോപ്പറായിട്ട് IAS 1ാം റാങ്കിൽ പാസ്സായ മനുഷ്യനെ മതിൽ തേക്കാൻ കൊടുക്കുന്നവൻ എന്താ കാട്ടില്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ സമയത്ത് സ്കൂളിന്റെ പടിവാതിൽ കേടാത്ത ഏതെങ്കിലും ചേട്ടന്മാരെയോ കാക്കമാരെയോ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ബംഗാളിനെ കൊടുത്താലോ അടിപൊളിയായിട്ട് എന്ത് ചെയ്ത് തരും? ആ മതില് തേച്ച് സെറ്റാക്കി തരും. IAS കാരൻ ഏറ്റവും നല്ല എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ്, ഇന്റലിജന്റ് ആണ് അദ്ദേഹത്തിന്റെ സബ്ജക്റ്റിൽ, എന്തിലല്ല ഇതിലല്ല. അതേപോലെ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കണം.
ആ ഒരു മാറ്റമാണ് പ്രധാനം. കാരണം എപ്പോഴും ഇതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഇന്ന മാത്രം നോക്കിയാൽ മതി. ബിസിനസ്സിൽ രണ്ട് പ്രശ്നമാണ്. ഒന്ന് ആൾക്കാരില്ലാത്ത പ്രശ്നം, രണ്ടാമത് ആൾക്കാർ വന്നാലുള്ള പ്രശ്നം. ഇതിൽ ഒന്നാമത്തെ പ്രശ്നം സുഖം. ആള് വരാതിരുന്നാൽ ആരെയും നോക്കേണ്ട പ്രശ്നമില്ലാണ്. പക്ഷെ ആള് വന്നിട്ട് തലവേദന വന്നിട്ട് നിർത്താനേ പറ്റൂല എന്നാണ്. സോ ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് പറയണത് എന്താന്ന് വെച്ചാൽ, ഇതിൽ ആദ്യം ഒരാൾ വന്നാൽ നോക്കുന്ന പ്രശ്നം, പിന്നെ 10 ആള് വന്നാൽ, പിന്നെ 100 ആള് വന്നാൽ, അപ്പൊ പ്രശ്നങ്ങൾ കൂടുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി കൂടണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവണം, സീരിയസ് ആവണം. പിന്നെ അത് 1000 ആൾക്കാരെ നോക്കാൻ. അപ്പൊ ഇത് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് ഇത് എന്നും പഠിക്കാൻ ഒരു സോൺ ഉണ്ട്. പിന്നെ അതിനുശേഷം 1000, 1 ലക്ഷം, 10 ലക്ഷം, പിന്നെ ആയിരക്കണക്കിന് ലീഡർമാരെ മാത്രമുണ്ട്, പിന്നെ 1000 കണക്കിന് ലീഡർമാരെ നോക്കുന്നത്. അപ്പൊ ഇതൊരു പ്രോസസ് അല്ലേ. എവറി ഡേ യു ഹാവ് ടു സ്റ്റഡി സംതിങ്. അത് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാതെ ഞാൻ പ്ലാൻ കൊടുക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നത് മാത്രം ഉറപ്പുവരുത്തരുത്. ഇതിന്റെ കൂടെ ഉറപ്പുവരുത്തണമെങ്കിൽ ഞാൻ എന്റെ പൊട്ടൻഷ്യൽ എബിലിറ്റിയെ സെറ്റ് ചെയ്യുന്നത് ഉറപ്പുവരുത്തിയേ പറ്റൂ. ഡെയിലി നമ്മൾ എന്തെങ്കിലും സംതിങ് യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു സീക്ക് ഫോർ ഇറ്റ്. അന്വേഷിച്ച് പോവുക തന്നെ ചെയ്യണം. നമ്മളെപ്പോഴും പറയാറുണ്ട് 2,10,000 BV യോജിപ്പിച്ചതിനല്ല മക്കളെ. ഈ ആദ്യ സാധനങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന 10-200 എണ്ണം, ഒന്നാണ്ട് പറഞ്ഞ 20 എണ്ണം ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന മെൻഡറിങ്ങിന് വന്നിരുന്ന് മെൻഡറെ പഠിപ്പിക്കുന്ന ലീഡർമാരുണ്ട്. സാറേ അങ്ങനെയൊന്നുമല്ല സംഭവം. അപ്ലൈന് ഫോം വിളിച്ചിട്ട് അപ്ലൈനിന് കോച്ചിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ് മീൻസ് അപ്ലൈൻ നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാരെ ഒരിക്കലും എതിർക്കരുത് കേട്ടോ. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റിനെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച് ഐഡിയാസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ അപ്ലൈനിന് അവിടുന്ന് അഭിപ്രായങ്ങൾ കേൾക്കാം, മനസ്സിലാക്കാം, അരിച്ചു വെച്ച് നല്ലതാണെങ്കിൽ സ്വീകരിക്കാം. അത് വേറെ സബ്ജക്ട്. അല്ലാതെ അപ്ലൈൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്, അവർക്കാണ്ട് പോകരുത് മിണ്ടരുത്, അങ്ങനെ ഒരു സാധനമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും തിരിച്ചറിയാ, ഈ ഒരു എന്താ പറയാ, നമ്മൾ ഒരു പാപ്പാന്റെ മക്കള്, അച്ഛന്റെ മക്കളെ പലധാരണക്കാരല്ലേ. അപ്പൊ വ്യത്യസ്ത വീട്ടിൽ നിന്ന് വന്ന എത്രായിരം ആളുകളെ നോക്കുന്നവരാ. ആ നോക്കുന്നതിന്, പോറ്റുന്നതിന്, പണിയെടുക്കുന്നതിന് തരുന്ന കമ്പനിയുടെ ബെസ്റ്റോസ് ആണ് ശരിക്ക് 2,10,000, 17 ലക്ഷം BV പെയർ മാച്ചിങ്ങിന് മാത്രമല്ല എന്നർത്ഥം. സോ ആക്ച്വലി നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രീക്വൻസി ലെവല് എപ്പോഴും ഉയർത്തി വരുന്നുണ്ടോ. ആദ്യത്തെ 3 to 5 ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസിയെ ഉയർത്താനാണ്. ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുവരുന്ന സമയത്ത് നമ്മുടെ മൈൻഡില് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആദ്യത്തെ. ഇതിനു വേണ്ടി പാകപ്പെടലാണ്. അല്ലാതെ ഞാൻ വന്നിട്ട് 2 മാസം ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, പാവങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് പ്രസന്റ് നോക്കിയിട്ടാണ് ബിസിനസിനെ കാണുക. അവർ ചോദിക്കും, ഇസ്മായിൽ സാർ വന്നിട്ട് എത്രയായി? 3 കൊല്ലായി, 4 കൊല്ലായിട്ടാണ്. എന്താ കിട്ടിയത്? ഇപ്പൊ എന്താ ഉള്ളത്? ഇതാണ്. അത് പ്രസന്റ് നോക്കുകയാണ്. അത് നോക്കാൻ ഏതാ കാറ്, വണ്ടി, അതാണ്. എന്നാ ഒരു യഥാർത്ഥ ഹൈ ക്ലാസ് അതല്ലെങ്കിൽ ഒരു സൂപ്പർ ബ്രെയിൻ ഉള്ള മനുഷ്യൻ ബിസിനസിന്റെ ഫ്യൂച്ചർ പോസിബിലിറ്റിയെ കാണും. അവനൊരിക്കലും ഈ ലീഡറെ ഇങ്ങനത്തെ അല്ല കാണുക. അനക്ക് അതുകൊണ്ട് അത്രയും പറ്റുള്ളൂ, എനിക്ക് അതിനെക്കാട്ടിയും പറ്റും. അങ്ങനെയല്ലേ? നിങ്ങളാഴ്ച നമ്മളെല്ലാരും തട്ടിയത് പന്തന്നല്ലേ? ആ ഉണ്ട പന്തനല്ലേ CR7 തട്ടിയത്? പന്തന്നെ എല്ലാവരും തട്ടുന്നത്. പക്ഷെ തട്ടന്റെ രീതി മാറ്റും. നീ ചെയ്ത പോലെയല്ല ഞാൻ കളിക്കാൻ പോണത് എന്ന് പറയുന്ന നേരത്ത് ചിന്തിക്കുന്നിടത്തല്ലേ ബിസിനസിന്റെ ഡൈവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ നീ അത്രേ ചെയ്തുള്ളൂ, അതുകൊണ്ട് ഇന്നെ കൂടെ അത്രയും പറ്റൂല എന്ന് രണ്ടും വേണമെങ്കിൽ ചിന്തിച്ചു കൂടെ. ജീവിതത്തിൽ അങ്ങനത്തല്ലേ? ആ വണ്ടി കുത്തി, അതിനാൽ നിന്റെ വണ്ടിയും കുത്തി, ഞാൻ വണ്ടി ഇറക്കൂല. അങ്ങനെ ഈ ഭൂമിയിൽ വന്റെ വാഹനം ഇറങ്ങുമോ മക്കളെ? ഒരു കാർ എടുക്കാൻ പോ, ഞാൻ കാണിച്ചുതരാം. കാറിന്റെ ഫോട്ടോ വിട്ടുതരാം. ഏകദേശം ആക്സിഡന്റ് ആയാലും 10-100 ഫോട്ടോ നമ്മൾ വിട്ടുതരാം. ചിലപ്പോൾ പക്ഷെ അതേപോലത്തെ അതേ കമ്പനി എടുക്കുന്നത്, കമ്പനി സുസുക്കി ആണെങ്കിലും ടൊയോട്ട ആണെങ്കിലും ബെൻസ് ആണെങ്കിലും അതുപോലത്തെ വണ്ടി ഇടിച്ച് മരിച്ചോ ആൾക്കാരോ കുടുംബം തകർന്ന ഫോട്ടോസോ വീഡിയോസോ വാർത്തയോ വിട്ടുതരാം. നീ നിങ്ങൾ ആ വണ്ടി എടുക്കൂലേ? നമ്മളെന്താ ചിന്തിക്കുന്നത്? അവന്റെ സമയദോഷമോ അതല്ലെങ്കിൽ പെരുമാറ്റമോ അവന്റെ ഡ്രൈവിങ്ങിലോ പാളിച്ചയാണ്, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ കാരണമാണ് ആ വണ്ടി കുത്തിയത്. ഞാൻ അങ്ങനെ ചെയ്യൂല. അങ്ങനെയല്ലേ ആ വണ്ടി വാങ്ങിയത്? അതേപോലെ ബിസിനസ് ചിന്തിച്ചൂടെ? ആ ലൈഫിൽ ഒരു മനുഷ്യന് വിജയിക്കാൻ പറ്റുന്നത് അവന്റെ ദോഷമാണ്. ആ ലീഡർ ചെയ്തത് 4 കൊല്ലം ഒരു തെറ്റായ റൂട്ടാണ്. ഞാൻ എന്ന വ്യക്തി അങ്ങനെ ഇല്ലെന്ന് ചിന്തിക്കണം. ഞാൻ ലീഡറാന്ന് എനിക്ക് തോന്നണ്ടേ? നടക്കുള്ളൂ. സോ ആക്ച്വലി നിങ്ങൾ എല്ലാവരും ചെയ്യാനുള്ളത് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുക. ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻസി ലെവലിൽ മാറ്റാൻ തയ്യാറാകും. നമ്മളുടെ ചിന്ത, നമ്മളുടെ സ്നേഹത്തിന്റെ മനസ്സ്, നമ്മളുടെ കമ്മിറ്റ്മെന്റിന്റെ മനസ്സ്, സീരിയസ്നെസിന്റെ മനസ്സ്, എല്ലാത്തിനെയും ഒരുപോലെ മനസ്സിലാക്കാനുള്ള മനസ്സ്, ഞാൻ വളരേണ്ടതുണ്ടെന്ന് എന്ന് തിരിച്ചറിയാനുള്ള മനസ്സ്, ആ ഒരു ഫ്രീക്വൻസി ലെവലിൽ സെറ്റ് ആവലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഓടി വന്ന് ജോയിൻ ചെയ്ത് പിറ്റേന്ന് ടൈം ആവില്ല. ബസ് സ്റ്റോപ്പിൽ നിന്ന് പെട്ടെന്ന് അവനും അവളും കണ്ട് അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു, കല്യാണം കഴിച്ച് പിറ്റേന്ന് പ്രസവിച്ചു, അങ്ങനത്തെ ഒരു കഥ കേട്ടുകണോ? ഇല്ലോ. ഏതൊരു കല്യാണത്തിനും നമ്മുടെ ഇന്നത്തെ കേരള സാഹചര്യം വെച്ച് ഒരു കുടുംബ മഹിമയുടെ അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ഒരു
ധർമ്മപരമായിരിക്കുന്ന ശൈലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു, അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചു, കുടുംബത്തിന്റെ യോജിപ്പ് മനസ്സിലാക്കി, രഞ്ജിപ്പ് മനസ്സിലാക്കി, ഉതകുന്നതാണെന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് ബന്ധുമിത്രാദികളുടെ സ്നേഹങ്ങളും അവരുടെയൊക്കെ ബ്ലെസ്സിങ്സും കൂടെ അങ്ങനെ ജീവിച്ചു. അങ്ങനെ അതിനുശേഷം അതിന്റെ ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് തന്നെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ ബസ് സ്റ്റോപ്പിന്റെ പിറ്റേന്ന് തന്നെ ഒരു ഫാമിലി ആയിട്ട് പുറത്ത് കുട്ടികളെ ജീവിക്കുന്നു അങ്ങനെ കാണുന്നുണ്ടോ? അപ്പൊ അതിന് അതിൻ്റെതായ ടൈമുണ്ട്. ദാസ എന്ന് കൂട്ടിക്കൂട്ടി പറയാം. എന്ന് മാത്രമല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് മീറ്റിംഗ് കേൾക്കുമ്പോഴാണെങ്കിലും സംസാരം കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കേൾക്കാൻ വേണ്ടി കേൾക്കരുത്, മാറാൻ വേണ്ടി കേൾക്കണം. പ്രശ്നം എന്താ അറിയോ? നാളെ ഇൻഫ്ലൈസ് ഉണ്ട്, ഞാൻ കേൾക്കുന്നത് എന്റെ ലീഡർ കണ്ടോട്ടെ, കണ്ടോ സ്ക്രീനിൽ ഞാൻ ഫസ്റ്റ് വന്നില്ലേ, സ്ക്രീൻഷോട്ടും കിട്ടിയിരിക്കുന്നത്. കേറിട്ട് എന്തിനാ സമയം പോവും? ഞാൻ ഇന്നെന്തോ മാറേണ്ടതുണ്ട് എന്ന ലെവലിൽ കേൾക്ക് എല്ലാ മീറ്റിംഗ്. ഞാൻ എന്റെ ലീഡർ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി എന്തോ തിരിച്ചറിഞ്ഞ എന്റെ ലീഡർ എന്നോട് എന്തോ പറയുന്നുണ്ട്, അങ്ങനെ കേൾക്ക്. അങ്ങനെ കേട്ടത് നന്നാകും. കാരണം മുകളിലത്തെ ആൾക്ക് കാഴ്ച കൂടുന്നല്ലേ. നിങ്ങൾ അയച്ചുകൊണ്ട് നിങ്ങൾ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാഴ്ചയാണോ മുകളിലെ തട്ടിൽ നിൽക്കുന്ന ഒന്നാമത്തെ ടെറസിൽ നിൽക്കുന്ന വ്യക്തിയുടെ കാഴ്ച? അയാൾക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് കണ്ടൂടെ? മേലത്തെ ആൾ കാഴ്ച കൊടുക്കില്ലേ? ദാറ്റ് ഈസ് സപ്ലൈൻ. നമ്മൾ റോട്ടുമ്പോൾ നോക്കി ഞങ്ങൾ നോക്കാൻ പറ്റും. ചെറിയ ആൾട്ടോ കാറുകൾ സ്റ്റൈലാതെ നിൽക്കുന്ന സമയത്ത് വലിയ ബസ്സുകളും സാധനങ്ങളൊക്കെ പറന്നു കാണാം. കാരണം എന്താ, അവനാ നേരത്തെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നാണ്ട് വലിയൊരു കാഴ്ച കിട്ടും, അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന്. അവൻ ആ സ്പീഡിൽ പോകും. അപ്പൊ അപ്ലൈനെ അംഗീകരിക്കുക, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്നത് എന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏത് GTS പോയാലും എനിക്കെന്തോ ഇവിടുന്ന് പകർത്താൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, ഇന്ന ദൈവം കേട്ട് കൊന്നതാണ്, അങ്ങനെ ചിന്തിച്ച് കേൾക്ക്. ഇപ്പൊ കേൾക്കുന്ന ക്ലാസ്സും അങ്ങനെ കേൾക്ക്, മാറാൻ വേണ്ടി കേൾക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ ഡെയിലി സെൽഫ് ടെസ്റ്റ് നടത്താം. ഞാൻ ഇന്ന് എന്താ മാറിയത് എന്റെ ആ വലിയ ലോകത്തേക്ക്. അപ്പോ ആ ഒരു പ്രോസസ്സിനെ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ലൈഫിലെ പ്രോസസ്സിനെ സ്നേഹിക്കുക. വലിയ സബ്ജക്റ്റാണ്, നമുക്ക് സംസാരിക്കാം. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര. ഈ യാത്രയെ എൻജോയ് ചെയ്യണം. ഇതിൽ ടെൻഷൻ വരും, ദുഃഖം വരും, കുണ്ടുചാടും, കുന്നു കയറും, മഴ വരും, വെയിൽ വരും. എൻജോയ് ഇറ്റ്, ഫീൽ ഹാപ്പി. എന്ന് മാത്രമേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, സ്വപ്നമുള്ള ആളുകൾ കൈവെക്കുന്നു പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കൈവെക്കും, ഒരു സംശയമല്ല. വലിയ തീരുമാനമുള്ള ആൾക്കാർ കൈവെക്കുന്ന എല്ലാവരും കൈവെക്കും, സംശയമില്ല. പക്ഷെ ഒറ്റ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്, നീ എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് റെഡി ഈ വലിയ വിജയത്തിന് വേണ്ടി? ഹിന്ദി ഡയലോഗിൽ ഷാറുഖ് ഖാനെ പോലെയുള്ള ആൾക്കാർ പറയുന്നു, ഒറ്റ വാക്കുണ്ട്, കുച്ച് പാനെ കെ ലിയെ കുച്ച് കോന പടുത്താ ഹെ. എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആണ്ട് കൊടുക്കണം. നീ എന്ത് കൊടുക്കാൻ റെഡിയുണ്ട്? അത് വലിയ പ്രശ്നമല്ലേ? നീ എന്താണ് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? നിന്റേതായിരിക്കുന്ന സന്തോഷങ്ങൾ, ആ ലാസിനെസ്, ഇങ്ങനെ തുടങ്ങിയ കംഫർട്ട് സോണ്, അതല്ലെങ്കിൽ ഞാൻ എന്റെ സമയം കൊന്ന ഒരുപാട് ദുഷ്പ്രവർത്തികൾ, ഇങ്ങനെ പല സാധനങ്ങളും എന്റേതായിരിക്കുന്ന മൻമാനി ബാത്ത്, എനിക്ക് തോന്നിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇതാ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്നു, ഞാൻ എന്നെ ഇതാ തിട്ടപ്പെടുത്തുന്നു, അതിനു വേണ്ടി സെറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഈ ബിസിനസ്സിനകത്തുണ്ട്? സമയം ഡെഡിക്കേറ്റ് ചെയ്യോ? നീ നിന്റെ ഫാമിലി ആയിരിക്കുന്ന എൻജോയ്മെന്റ് ഡെഡിക്കേറ്റ് ചെയ്യോ? അല്ല പറഞ്ഞ കല്യാണത്തിനും ചെമ്പളകിയാൽ അവിടെ പറന്നെത്തുന്ന സ്വഭാവമാണ് നിനക്കുള്ളത്? ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. അപ്പോ എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ നിനക്ക് റെഡിയുണ്ട്, അതിനനുസരിച്ചുള്ള പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഓർഡർ ചെയ്തിട്ട് അപ്പുറത്ത് കിട്ടൂല. നീ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു പൊറോട്ട പറഞ്ഞാൽ പത്തൊന്നും കൊടുന്നേരാൻ നമ്മളുടെ എളാപ്പ നടത്തുന്ന ഹോട്ടലല്ലല്ലോ അത്. ആണ്ട് കൊടുത്തതിനനുസരിച്ചുള്ളല്ലേ പറ്റുള്ളൂ. നമ്മൾ ഒരു കിലോ തക്കാളിക്കുള്ള കാശ് കൊടുത്താൽ ആ മുതലാളി എനിക്ക് 20 കിലോ തക്കാളി തരാം, അങ്ങനെ ഉണ്ടോ? കൊടുത്ത കാശിനനുസരിച്ചേ കിട്ടുള്ളൂ. സോ എന്ത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഡെഡിക്കേഷന്റെ പവർ നിങ്ങൾ കണ്ടെത്തുക, അതിന്റെ സൈസ് ഗ്രാഫ്. അതുകൊണ്ട് ബിസിനസിന്റെ ലോകത്ത് അങ്ങനെയല്ല, കുച്ച് പേജിനാ പെടുത്താ അങ്ങനെയാണ് പോകുന്നത്. അതായത് എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ യു ഹാവ് ടു സെൽ സംതിങ്, എന്തെങ്കിലും ഒന്ന് വിക്ക്. ഈ ലോകത്ത് വിജയിച്ച മുഴുവൻ അംബാനി, അദാനി, ടാറ്റ, ബിർള, ബിൽ ഗേറ്റ്സ്, ഏത് സുക്കർബർഗ്മാര്, ഏത് എലൻ മസ്കുമാര്, ഏത് ജെഫ് ബെസോസുമാര്, വാട്ട് എവർ, ഹൂ എവർ, ആരാണെങ്കിൽ they have sold something, എന്തോ ചിലത് സോൾഡ് സംതിങ്, എന്തേ വിറ്റിട്ടുണ്ട് അവർ. Maybe their product or their skill or their service, എന്തെങ്കിലും. മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കലാവൈഭവം വിറ്റിട്ടുണ്ട്, അങ്ങനെയാ അദ്ദേഹം വിന്നറായത്. സെല്ലർ ഈസ് ദ വിന്നർ, വിറ്റവനാണ് വിജയി. TV കണ്ടവല്ല ജയിച്ചത്, TV വിറ്റവരാണ് വിജയിച്ചത്. ആ TV വിറ്റ സാംസങ്, പനാസോണിക്, സോണി, ഇവരല്ലേ വിജയിച്ചത്? ആ TV കണ്ടിട്ട് നമ്മുടെ സമയം പോയി. സോ മനസ്സിലാക്കുക, വാട്ട് യു ആർ റെഡി ടു സെൽ. വിൽക്കാൻ എന്ത് റെഡിയുണ്ട്, വിൽക്കാൻ ഇറങ്ങുക. സോ വെരി ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ്. നമ്മളുടെ എന്താ പറയാ, ജീവിതത്തിൽ ഒരു കാര്യം തിരിച്ചറിയുക, 99% ആൾക്കാരും വിജയിക്കാൻ വന്നവരല്ല. ഫൈനലായിട്ട് പറയുന്ന കുറച്ച് വരികൾ, 99% അല്ല, 1% എനിക്ക് തീരുമാനിക്കുന്നുണ്ടോ. നമ്മൾ ESPA എഴുതുന്ന സമയത്ത് എപ്പോഴും തിരിച്ചറിയാം, ഞാൻ എവിടെയെന്ന് ആദ്യം തീരുമാനിക്കണം. എന്റെ ടീമിൽ വന്നവരിൽ നിന്ന് അങ്ങനത്തെ എവിടെയെന്ന് ആദ്യം തീരുമാനിക്കണം, ഇല്ലെങ്കിൽ സമയം പോകും.
ആദ്യത്തെ പോയിന്റ് ഞാൻ എവിടെയെന്ന് തീരുമാനിക്കണം. ഞാൻ ആ 1% പോയിട്ടുണ്ടോ? 99% ആൾക്കാരും മിഡിൽ ക്ലാസ്സിന് അതല്ലെങ്കിൽ ലോ ക്ലാസ്സുകൾക്ക് ആ മൈൻഡ് സെറ്റ്, ലോ ക്ലാസ് മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ ആധാർ കാർഡിലേക്കും നിങ്ങളുടെ എന്താ പറയുക APL BPL കാർഡിലേക്ക് നോക്കല്ലേ, മൈൻഡ് സെറ്റിലേക്ക് പറയുന്നു ഞാൻ. ഒരു മനുഷ്യനെ തീരുമാനിക്കുന്നത് BPL കാർഡോ ജാതിയോ മതോ ഒന്നുമല്ല, അവന്റെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അതാണ് അവന്റെ ഡെസ്റ്റിനി. ഹിസ് ഡ്രീം ഈസ് ഹിസ് ഡെസ്റ്റിനി. ഡ്രീം ക്യാൻ ക്രിയേറ്റ് ഡെസ്റ്റിനി. അവന്റെ സ്വപ്നം, അവന്റെ ഡിറ്റർമിനേഷൻ, അതന്നെയാ ഡെസ്റ്റിനി. അല്ലാതെ ജനം പറഞ്ഞതല്ല ഡെസ്റ്റിനി. ഞാൻ എങ്ങനെയാണ് എന്റെ നാട്ടിൽ പറഞ്ഞതല്ല, ഞാൻ ഇന്നോട് പറഞ്ഞതാ ഞാന്. ലൈക്ക് ദാറ്റ്. നിങ്ങൾ ശരിക്കും എപ്പോഴും ചിന്തിച്ചു നോക്കുക. 99% മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് എന്താണെന്നറിയോ? സാറേ ഞാൻ എന്ത് പണി പോരാ, ബിസിനസിനോട് പറയരുത്. ഡ്രീം കാണാൻ പറയല്ലേ പ്ലീസ്. എന്നോട് ഡ്രീം കാണല്ലേ. നിങ്ങൾ സാധാരണക്കാരോട് പറഞ്ഞു നോക്കി, മോനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ പറയും സാറേ 10 മണിക്കൂർ പണിയിൽ 15 മണിക്കൂർ തന്നാലും കുഴപ്പമില്ല, സ്വപ്നം കാണാൻ പറയല്ലേ. നിങ്ങൾ അത് തിരിച്ചറിയും. എന്നിട്ട് അതിന് പറ്റുന്ന ഡ്രീമറെ കൂടെ ലീഡറെ കൂടെ വർക്ക് ചെയ്യും. സമയം പോകില്ല. സോ ആക്ച്വലി നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക 80-20 പ്രിൻസിപ്പിൾ വർക്ക്ഔട്ട് ചെയ്യും. നമ്മുടെ ടീമിനകത്ത് ഏതൊരു 20% ഉണ്ട്, അതേതാണ് കണ്ടെത്തുക. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്റെ ലീഡർ 20% ഞാനുണ്ടോ എന്ന് ആദ്യം ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 20% കണ്ടെത്തി വലിയ കാര്യം ഉണ്ടാവില്ല. എപ്പോഴും തിരിച്ചറിയേണ്ടത് എന്റെ ലീഡറുടെ 20% ഞാനുണ്ടോ അത് ഉറപ്പ് വരുത്തണമെങ്കിൽ ലീഡറോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യലല്ല. അത് ലീഡറുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും, ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയണം. അതിന് നമ്മൾ അതിനനുസരിച്ച് സെറ്റായി നിൽക്കണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കണം. ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയാൻ നമ്മളെ കയ്യിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവിക വിളക്കണം. പണ്ടൊരു ഗ്രാമത്തിൽ എല്ലാവരും ഇരുട്ടിലായിരുന്നു. ഞാൻ എന്റെ ടീമിനോട് എപ്പോഴും പറയുന്ന ഒരു കഥയാണ്. അപാര ഇരുട്ടാണ്, രാത്രിയായിട്ട് മണ്ണെണ്ണ വിളക്കും മെഴുകുതിരികൾ വട്ടങ്ങളും മാത്രം കണ്ടു മറന്നൊരു ലോകം. നമുക്കറിയാൻ പറ്റും, നമ്മളെ ഹിന്ദിക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ വർക്കിനുമായിട്ട് മുംബൈയിൽ പോയ സമയത്ത് അവിടുത്തെ മുംബൈയിലെ എന്റെ ഫ്രണ്ട്സുകളും കുടുംബക്കാരും പറഞ്ഞു, ഇസ്മായിൽ ഭായ് ഹമാരെ സാത്ത് ഹം തോ കൽ കോ ഗാവ് ജാ രഹേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് കൊടുക്കും. ഞാൻ കുഴപ്പമില്ല, കുറച്ച് നടക്കാനുള്ളത് കുഴപ്പമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു അങ്ങനെ ആ ലെവലിൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞങ്ങളോട് നമ്മൾ പോയി തന്നെ. അല്ല, ഞങ്ങള് പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് വരാം. അപ്പൊ അത്ര നിർബന്ധം പറഞ്ഞപ്പോ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ലാസ്റ്റ് നമ്മള് പോകുന്നതിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച സമയത്ത് നിങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് വരൂല, അല്ലെങ്കിൽ വൈകുന്നേരം ഗാവ് ചാരപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ ഗാവ് എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലാണ്. അപ്പൊ അവർ താമസിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, ഇപ്പൊ സെറ്റിൽഡ് ആയിരിക്കുന്ന മുംബൈയിലാണ്. അപ്പൊ അവര് തന്റെ സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസത്തെ യാത്ര ഉണ്ട് നടക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗ്രാമം. അപ്പൊ ഞാൻ പറയുന്നത് സിറ്റിയും ഗ്രാമവും ഉള്ള കഥയാണ്. അപ്പോ ഗ്രാമത്തിനകത്ത് ഇരുട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനുഷ്യൻ പട്ടണത്തിലേക്ക് പോകുന്നത്, സിറ്റിയിലേക്ക് പോകുന്നത്. അവിടെ പോയ സമയത്ത് ഒരു എമർജൻസി ലൈറ്റ് കണ്ടു, ബാറ്ററി കൊണ്ട് കത്തുന്ന ലൈറ്റ്. ഭയങ്കര രസകരമായ ലൈറ്റ്. സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ബൾബ് എന്ന് പറഞ്ഞ പോലെ ആ ലൈറ്റ് കത്തി. ഭയങ്കര കൗതുകം തോന്നി. ഇന്നുവരെ മണ്ണെണ്ണ വിളക്ക് മാത്രം കണ്ട മനുഷ്യൻ കാറ്റടിച്ചാൽ വിളക്ക് കെടും. ആ സ്ഥലത്ത് എത്ര കാറ്റടിച്ചാലും മഴയത്തും കത്തുന്ന എമർജൻസി ലൈറ്റ്. അവനത് വാങ്ങി ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രാത്രിയായ സമയത്ത് ആ വീട്ടിന്റെ മുറ്റത്ത് മാത്രം വലിയൊരു ലൈറ്റ്. ജനങ്ങൾ ഓടി ചെയ്യാൻ പാറ്റുകളെ പോലെ ലൈറ്റ് കണ്ടാൽ പാഞ്ഞു വരുമല്ലോ. ഭയങ്കര കൗതുകം. ജനം പറയാൻ തുടങ്ങി, മോനെ ഒരു ഈ സാധനം വന്നിട്ടുണ്ട്, അതിനൊന്ന് കത്തും, അത് തൊട്ടാൽ ചൂടാവില്ല, കൈ പൊള്ളില്ല, അല്ലെ കാറ്റ് എത്ര അടിച്ചാലും അത് കെടില്ല, അതാരാ കത്തിച്ചെന്ന് അറിയില്ല, നല്ല അടിപൊളി വൈറ്റ് ലൈറ്റ് എവരിവേർ, വാട്ട് വണ്ടർഫുൾ. ജനങ്ങൾ വരാൻ തുടങ്ങി. ഇവിടെ ആക്ച്വലി ഈ ജനങ്ങൾക്ക് ഇയാൾ ക്ലാസ് കൊടുത്തു, അടിപൊളി ലൈറ്റ് ആണ്, നമ്മളെല്ലാവരും ഇനി ലൈറ്റ് എത്തിക്കണം, വീട്ടിൽ സെറ്റാണെന്ന് പറഞ്ഞ് ഇയാൾ ഓരോരും പ്രസംഗിച്ചു. അവിടെ 2 തരം ചിന്താധാരകൾ ജന്മം കൊണ്ടു. ഒന്നാമത്തെ ചിന്താധാര, നമ്മളൊക്കെ ഒന്നാവാനല്ലേ ഇയാൾ ഈ ക്ലാസ് എടുക്കുന്നത്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ആൾക്കാര് പട്ടണത്തിലേക്ക് യാത്ര ചെയ്ത് വൈദൂരങ്ങൾ താണ്ടി, നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. എല്ലാവരും ചിലപ്പോൾ ജീവിതം വരെ പകരപ്പെടുത്തിയായിരിക്കും ഗ്രാമത്തിന്റെ ഉള്ളിൽ നിന്നുള്ള വഴിയോരങ്ങളിൽ കവർച്ച, കൊള്ളക്കാര്, വഴിയോര കള്ളന്മാര്, അതേപോലെ തന്നെ ഹിംസ ജന്തുക്കളൊക്കെ ഉണ്ടാവാം. അങ്ങനെ മലകളും കുന്നുകളും താണ്ടി പട്ടണത്തിലെത്തണം. ഒരോപ്ഷൻ, ഈ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ പോയിട്ട് വിളക്ക് വാങ്ങി വരാം, ഇനി പൈസ ഒക്കെ ഒപ്പിക്കണം കേട്ടോ, കറക്റ്റ്. അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, ഈ കൊണ്ടുവന്നുകൊണ്ട് ലൈറ്റാണ്ട് പൊട്ടിച്ചാൽ മതി, എന്നാലും കറക്റ്റ് ആകും. ഇത് ലൈറ്റ് നടത്തും, തീരുമാനിക്കും. ഓരോരുത്തരും അതിന്റെ ഒരു പ്ലാൻ പറയണേ. ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഗ്രാമത്തിൽ പോയി കണ്ട് എല്ലാരും കൂടി വിളക്ക് വാങ്ങി വരലാണോ നല്ലത്? അതല്ല, ഈ വല്ലാതെ കഥ പറഞ്ഞിട്ട് വിളക്ക് പൊട്ടിക്കണോ നല്ലത്? ഇവിടെ നടന്നത് 2ാമത്തെ സീനാണ് മൈ ലൈഫ്. ഈ വിളക്കാണ് നിങ്ങളെ മൈ ലൈഫ്. എന്ത് ചെയ്തു? ഓന്റെ വിളക്കാണ്ട് പൊട്ടിച്ചു. അവന് ഈ പ്രശ്നമില്ലല്ലോ, എല്ലാരെങ്കിലും വിളക്ക് ഇല്ലെങ്കിൽ ഇരുട്ട് കറക്റ്റായല്ലോ. ഈ വിളക്കാണ് ഐഡിയസ് നിങ്ങളെ കൈക്കല്. ഈ മൈ ലൈഫ് ഇതുമായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ജനം വിളക്ക് പൊട്ടിക്കാനേ നോക്കൂ, അത് പൊട്ടാതെ നോക്കുന്ന ഉത്തരവാദിത്തം നമുക്കല്ലേ. ഈ ഗ്രൗണ്ട് 99% നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഈ ബിസിനസ്സിൽ തിരിച്ചറിയേണ്ട ഒരേ സത്യം, ഞാൻ കൊണ്ടു നടക്കുന്ന മിഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നാണ്. തന്റെ കയ്യിലെ ഈ വിളക്ക് കെടാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ്. ഞാൻ പോസിറ്റീവായി നിൽക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ്. അല്ലാതെ നമ്മൾ ചിന്തിക്കൽ എന്താണ്, ഈ ബിസിനസിന്റെ ഒക്കെ തന്ന സ്ഥിതിക്ക് ഇനി എല്ലാവരും വന്നോടും. അങ്ങനെ വരികയാണെങ്കിൽ ബിസിനസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമല്ലോ. പ്ലാൻ പറയുമ്പോൾ ആൾക്കാർ ഫുള്ളും കെട്ട് വരികയാണെങ്കിൽ എന്താ ബിസിനസിന്റെ അവസ്ഥ? ആലോചിച്ച് നോക്കുകയാണെങ്കിൽ
ഇന്ന് ജോയിൻ ചെയ്യുന്ന പറഞ്ഞ ആൾക്കാർ ഫുള്ള് ജോയിൻ ചെയ്തു, പ്രൊഡക്റ്റ് എടുത്ത് പർച്ചേസ് ചെയ്തു. പിറ്റേന്ന് ചെന്ന് പ്രൊഡക്റ്റ് എടുത്ത് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പറയുമ്പോൾ പ്ലാൻ എടുക്കുക. അങ്ങനെ ഞാനൊക്കെ നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ പോരെ, മലയാള മനോരമ, ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു ചാനൽ കൊടുക്കുക, ഞാൻ ഇതിനാണ് സംസാരിക്കുക. ഓ മാന്യ മഹാജനങ്ങളെ, ഞാൻ കമ്പനി തുടങ്ങി, ജോയിൻ ചെയ്തോളി, സൗണ്ട് കേട്ടൊക്കെ ഐഡിയ ചെയ്തോളി. എന്ത് പരിപാടി അറിയോ, ഒറ്റ ദിവസം കൊണ്ട് ലോകം മുഴുവൻ ജോയിൻ ചെയ്ത്. അങ്ങനെ ഉണ്ടാവില്ല, മനസ്സിലാക്കുക ആദ്യം. ഇതിൻ്റെതായിരിക്കുന്ന ഒരു പണിയുണ്ട്. ജനം എതിർക്കുക തന്നെ ചെയ്യും. നോ പെയിൻ നോ ഗെയിൻ, എടുക്കേണ്ട കഷ്ടപ്പാടുകൾക്ക് ശേഷം ജയം വരുള്ളൂ. വെയിറ്റ് ഫോർ ഇറ്റ്. ഏതാണ് ഇതിന്റെ ഗെയിം? അപ്പൊ തിരിച്ചറിയേണ്ടത് ആ സാധനത്തെ തിരിച്ചറിയുക എന്ന് മാത്രമല്ല, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ്സിൽ എല്ലാത്തിനും പരിഹാരം സിസ്റ്റമാണ്. ഫൈനലാകുന്ന 2 വരികൾ. എന്നിൽ സിസ്റ്റം ഉണ്ടോ അത് ഉറപ്പിക്കുക, 4 ബേസിക്സ് എന്നിൽ ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പിക്കുക. ഇല്ലാതെ നിങ്ങൾ ഒരു കഥയും പറഞ്ഞ ഒരു കരിയർ നമ്മളെപ്പോഴും തിരിച്ചറിയണം. നമ്മളെപ്പോഴും നമ്മളിൽ 4 ബേസിക് എന്നിലുണ്ടോ, ലിസ്റ്റ് എനിക്ക് ഉണ്ടോ ഇല്ലേ, ആ ലിസ്റ്റിനെ ഞാൻ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ, ജനത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ജനത്തെ ശരിക്കും ബിസിനസ്സിലേക്ക് ഹാർട്ടിലേക്ക് എത്തിക്കുന്നുണ്ടോ, അവർക്ക് പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടോ, അവർക്ക് പ്രോസ്പെക്റ്റിംഗ് നടത്തുന്നുണ്ടോ, ഇതൊക്കെ ഉറപ്പിച്ചിട്ട് 5 ഫിംഗർ തന്നിലുണ്ടോ, തന്നിൽ പുസ്തക വായനയുണ്ടോ, പ്രോഗ്രാം ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ. അത് ചെയ്യേണ്ടത് ചെയ്താലല്ലേ ഈ ബിസിനസ് ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ നിന്ന് ഏകദേശം 400 ചില്ലാനും കമ്പനികൾ രജിസ്റ്റർ ലെവലിൽ നിൽക്കുന്നുണ്ട്. 2000-ഓളം കമ്പനികൾ ഫോറിനും മറ്റതും വന്നതും കണ്ടുതറപ്പനുണ്ട്. ഞാൻ എന്റെ ആധാർ കാർഡ് 2000 കമ്പനിയൊക്കെ അയച്ച് കാലിൽ നിർത്തിയിരിക്കുന്നൂടെ. ഏകദേശം എന്റെ ഫോണിലെ കോൺടാക്ട് 12,000-ലധികം കോൺടാക്ട്സ് ഉണ്ട് ഇപ്പൊ, ഏകദേശം ഓൾ ഓവർ ഇന്ത്യയെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം 12,000-ഓളം ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 140 ചില്ലാനും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ അഡ്മിനാണ്, മൈ ലൈഫിലെ അല്ലാതെ. ഞാൻ പറഞ്ഞ മാറ്റർ എന്താ വെച്ചാൽ, ഈ ആൾക്കാരെ മുഴുവൻ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു പരിപാടി ചെയ്താൽ പോരെ. എല്ലാ ഗ്രൂപ്പും ഓരോരുത്തരെടുത്ത് കാരണം ഇങ്ങനെ അവിടെ ഇവിടെ തുണിയോ ചെയ്യിപ്പിച്ച് എനിക്ക് കാര്യം നീട്ടി പേര നീട്ടിയിരുന്നൂടെ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഈ ബിസിനസ്സിനകത്ത്. സാർ അവനെ കൊണ്ടുവന്നു ഇവനെ കൊണ്ടുവന്നു. ചില ആൾക്കാരെ പ്രശ്നം, സാറേ ഞാൻ വിളിച്ചിട്ട് ആരും തന്നെ സാറേ ഒറ്റ മറുപടി പറയുന്നുള്ളൂ, സാറേ നീ എന്തുകൊണ്ട് മീറ്റിങ്ങിന് വന്നില്ല. അപ്പൊ GTS-ന്റെ സമയത്ത് നമ്മൾ കഴിഞ്ഞ അയാൾ പറയും, സാറേ ഞാൻ വിളിച്ചിട്ട് ആരും വന്നില്ല, അപ്പൊ ഞാനും വന്നില്ല. അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, സാറേ ആദ്യം തിരിച്ചറിയാം, നീ വിളിച്ചിട്ട് ആരും വന്നില്ല എന്നുള്ളതല്ല ഫസ്റ്റ് പോയിന്റ്. നീ വിളിച്ചിട്ട് നീ എന്നെ വന്നില്ല, അതാണ് ആദ്യത്തെ പോയിന്റ്. അതായത് നീ പറഞ്ഞിട്ട് നീ എന്നെ കേൾക്കണില്ല, പിന്നെ എങ്ങനെ സാറേ നിങ്ങൾ പറഞ്ഞ ആരാ കേൾക്കൽ. ഈ ഒരു പോയിന്റ് തിരിച്ചറിഞ്ഞവർക്ക് ഏകദേശം പരിഹാരം കിട്ടുമല്ലോ. ആ സത്യത്തെ തിരിച്ചറിയും. നിന്നിൽ എന്തുണ്ട് അതേ നിനക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്മായിലിന്റെ കൈക്കിൽ 10 ആപ്പിൾ ഉണ്ടെങ്കിൽ 10 ആപ്പിൾ എനിക്ക് കൊടുക്കാം. എന്റെ സ്ക്രീനിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ എന്താ പറയാ നാസർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ലീഡർമാർ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സായി സാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓൾ അതർ ലീഡേഴ്സ്. നമ്മുടെ എന്താ പറയാ ബിന്ദു ജോസ് എന്ന പേരിൽ ഒരാളുടെ കുട്ടൻ സാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ മുരളിക സാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ കൈക്കൽ 10 ആപ്പിൾ ഉണ്ടെങ്കിൽ 10 തരാം. 11ാമത്തെ ആപ്പിൾ ചോദിച്ചാൽ ഞാൻ എന്ത് കാട്ടും? ഇതേപോലെയാണ്. എന്നിലുള്ളതേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. നിങ്ങളെ കൈക്കൽ എത്ര അഡാർ ബിലീഫ് ഉണ്ട് അതൊന്നും കൊടുക്കാം. നിങ്ങൾക്കല്ലേ എത്ര കണ്ടി ബിസിനസ് കുറിച്ച് ഡ്രീം ഉണ്ട് അതൊന്നും കൊടുക്കാം. ഇല്ലാത്തത് എങ്ങനെ കൊടുക്കല് മക്കളെ? അപ്പൊ അത് സാധ്യമല്ല മൈ ഡിയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സിസ്റ്റം തന്നിലുണ്ടോ എന്ന് ഉറപ്പിക്കാം. ഫൈനൽ പരിഹാരം പറഞ്ഞു നിർത്തുന്നു. നിങ്ങൾ ആദ്യം തിരിച്ചാൽ ലീഡറെ കൈ പിടിക്കും. ലീഡറെ കൈ പിടിക്കുക. കാരണം ഈ സാധനം ഫുൾ ആ ലീഡറെ ഉണ്ടാവും. അതേ സമയത്ത് നിങ്ങൾ പറയുന്നത്, സാറേ ലീഡറിന് ഇട്ടെറിഞ്ഞു. ഒറ്റ ആൻസർ, ഹി ഈസ് നോട്ട് എ ലീഡർ. നമ്മൾ ചില ആൾക്കാർ പറയും, സാറേ ലീഡർമാർ ഇട്ടെറിഞ്ഞു. ഞാൻ പറയും, ലീഡർ അല്ല സാറേ, അത് നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസർഷിപ്പിലെ ഒരു വ്യക്തി മാത്രമാണ്. നിങ്ങൾ പറയില്ലേ ലീഡറാണ്, ആരോ പറഞ്ഞ ലീഡറാണെന്ന്. ലീഡർ ഇട്ടെറിയൂല സാറേ. സാറേ ഇന്ന ലീഡറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സാറേ നിനക്ക് തെറ്റി സാറേ, അത് നിന്റെ ലീഡർ അല്ല സാറേ. നമ്മുടെ പ്രശ്നം എന്താ അറിയാം, മേലെ കണ്ട മുഴുവൻ ലീഡറാണ്. അങ്ങനെ അല്ല സാറേ. ഹി ഈസ് എ സിംഗിൾ ഇൻഡിവിജ്വൽ, എ പേഴ്സൺ, എ മിയർ പേഴ്സൺ ഇൻ ലൈൻ ഓഫ് സ്പോൺസർഷിപ്പ്. പറയുള്ളൂ, റിയൽ ലീഡർ നോട്ട് ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ബിസിനസിന്റെ അവസാനം വരെ കളിക്കാൻ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഫോളോ യുവർ ഡ്രീംസ്. അതാണ് നിങ്ങൾ നിങ്ങളെ സ്വപ്നത്തെ ഫോളോ ചെയ്യും. സ്വപ്നത്തെ ഫോളോ ചെയ്യും. നിങ്ങൾ ഒരാളെ ഇംപ്രസ് ചെയ്യാൻ പോവല്ല, തെളിയിക്കാൻ പോവല്ല, അയൽവാസി എടുക്കാൻ പോകില്ല, കുടുംബക്കാരൻ ചുട്ടമറ് കൊടുക്കാൻ പോകല്ലേ. നിങ്ങൾ നിങ്ങളെ സ്വപ്നത്തിന്റെ വേഗം പോ. ബാക്കിയെല്ലാം ദൈവം തരുന്നുണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങളുള്ള ബിസിനസ്സാണ് നിങ്ങളെ കൈക്കലുള്ളത്. കെടാ വിളക്ക് പോലെ നിങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കുക. വലിയ വലിയ വിജയം നിങ്ങൾക്ക് വരാൻ. ഓക്കെ, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. വണ്ടർഫുൾ നിർദ്ദേശങ്ങളാണ് ഇസ്മായിൽ സാറെ നമുക്ക് തന്നിട്ടുള്ളത്. ഏതായാലും അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ ഒരു വിജയത്തിന്റെ അവസാന വെള്ളിപ്പടി വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ട്, കാരണം നമ്മളുടെ വിജയം കരസ്ഥമാക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സാർ, സാർ അനുമതിയോടുകൂടി നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.